സാർ, നിങ്ങൾക്ക് അഡ്രസ് അല്ലേ വേണ്ടത്? ഒരു 2000 രൂപ ഇങ്ങതാ, 5 മിനിറ്റുള്ളിൽ തരാം. വേഗം എടുക്ക്, സമയമില്ല. പിള്ളേര് കളിച്ചത് മതി, വാ. മതി മതി കളിച്ചത്, വാ വാ, എല്ലാരും തിരിച്ചു വാ, ഉള്ളിൽ കയറ്. ഇത് ചീള് കേസ് സാർ, അപ്പോഴേ കൊടുത്തിരുന്നേ കിട്ടിയേനെ. ഡ്രൈവർ, അറിയൂ സാർ. ഒന്ന് വണ്ടി നിർത്തിക്കേ. ആരുമില്ല ഇവിടെ? ആരാ അത്? അത് പിന്നെ അമ്മാവ, ഞാൻ അമേരിക്ക എന്നാ വരുന്നേ. ആരെയാ കാണേണ്ടത്? ഒരു 28 വർഷം മുമ്പ് ഒരമ്മയും കുഞ്ഞോട് ജീവിച്ചിരുന്നു. പിന്നീട് ആ കുട്ടിയുടെ അമ്മ അവനെ ഒരു അനാഥാലയത്തിലാക്കിയിട്ട് എവിടേക്കോ പോയി. അവരെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാ ഞാൻ. 28 വർഷം മുമ്പാണോ? അല്ല, പാർവതിയെ കുറിച്ചാണോ ഈ പറയുന്നത്? നീ ഏതാ കുഞ്ഞെ? ഞാൻ ആ പാർവതിയുടെ മകനാ. എന്താ കാളിമോനായത്? പാർവതിയുടെ മോനോ? ഇരിക്കെ. ഇപ്പൊ എന്റെ അമ്മ എവിടെയാ ഉള്ളത്? അമ്മ മരിച്ചു കുഞ്ഞെ. ആ കൊച്ചൊരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് വയറ്റിലൊരു കുഞ്ഞുമായിട്ടാണ് ഇവിടേക്ക് വന്നത്. നിനക്ക് ജന്മം തന്നിട്ട് നിന്നെ ഒന്ന് ഓമനിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. എന്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചേ? ഏതവനാ അവളെ ചതിച്ചതെന്നറിയില്ല. എനിക്കാരുമില്ലെന്ന് പറഞ്ഞ് ഈ വീടിന്റെ പടി കയറി അവൾ വന്നു. ആരാ നീ? എന്തു വേണം? അവളൊരു ഗർഭിണി പെണ്ണാണല്ലോ എന്ന് കരുതി ഞാനാണ് ആ കൊച്ചിനോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞത്. നിന്നെ പെറ്റത് ഈ കുടില്ല മോനെ. നിന്നെ അവൾക്ക് ജീവനായിരുന്നു. ഒരു നിമിഷം പോലും നിന്നെ അവൾ പിരിഞ്ഞിരുന്നിട്ടില്ല. എപ്പോഴും അവളുടെ ഒപ്പം ഉണ്ടായിരുന്നു. എന്റെ മോൻ വലിയൊരാളാകുമെന്ന് ഏതു നേരം അവൾ പറയുമായിരുന്നു. നിനക്ക് ചിലപ്പോ 2 വയസ്സുണ്ടാവും. തൊഴുത്തി കെട്ടിരുന്ന ഒരു കാള കയറും പൊട്ടിച്ച് നിന്നെ കുത്താൻ വേണ്ടി നേരെ വന്നപ്പോ നിന്നെ രക്ഷിക്കാൻ വേണ്ടി അവൾ മുന്നിൽ ചാടി. അന്ന് ഇവിടെ ഒരു ചെറിയ ആശുപത്രി ഉണ്ടായിരുന്നു, അവിടേക്ക് കൊണ്ടുപോയി. രക്ഷിക്കാൻ ഒരുപാട് നോക്കി, പക്ഷെ അവൾ എല്ലാവരും വിട്ടു പോയി. ജന്മവും ഈ ഭൂമിയിലായി തന്നതു നീ തനിയേ. എന്നിഴലായി ചേർന്നലയാൻ നീ അനുദിനമുണ്ടരികെ. പൂക്കിൽ കൊടി വഴിയേ നിന്നുയിരും ഞാനായി മാറവേ. താരാട്ടിൻ മധുരം പകരുകയായി കാതിന്നോരമായി. കൺമണിയായി കാത്തവളും അമ്മ. അമ്മേ നീ അകലെ നെഞ്ചിൽ നീ നിറയെ. അമ്മേ നീ അകലെ നെഞ്ചിൽ ചേർന്നലിയേ.
കൺകളിലായി നീ കണ്ടറിയേ നറുമലരിതൾ ശലഭങ്ങളോ നിനക്കായി നിൻ വിരലുകളിൽ ഞാൻ ചുവടുകളായി കാലിടരവേ മനമുലയവേ പതിയേ പോകുമെന്നുമേറെ ദൂരെ നിന്റെ കൂടെയായി ഞാൻ പാട്ടുമൂളി മെല്ലെ എന്നെ ചായുറക്കിയോ തിരതല്ലുന്നൊരോളങ്ങൾ എന്നുള്ളിലൊന്നായി ദൂരെ മറയുമേതോ കാൽപാദമോർമ്മയായി. അപ്പൂപ്പ എൻ്റെ അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? ആ മഹാഭാവിയെക്കുറിച്ച് അവസാനം വരെ ആ കൊച്ചനോട് പറഞ്ഞില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാ. അവനിപ്പോ കനവുക്കര എന്നൊരു ഗ്രാമത്തിലുണ്ടെന്നാ വിചാരിക്കുന്നേ. ആരെയും നടുറോട്ടിൽ വണ്ടി ഇട്ടിരിക്കുന്നേ? വണ്ടി കിടപ്പുണ്ട്. അപ്പൊ ആളെവിടെ പോയി? അയ്യോ, എന്തു പറ്റി? TVS 50 വീണ് കിടക്കുക സാറേ. ഇവിടെ കുറ്റിക്കാട്ടിൽ ആളുണ്ടാ? ആരെങ്കിലും എന്നെ വന്നൊന്ന് രക്ഷിക്കടാ. ചേട്ടാ, നിങ്ങൾ അവിടെ എന്തെടുക്ക? എങ്ങനെ? പോലീസ് അവനെ ടെസ്റ്റ് ചെയ്തിക്കൊണ്ടിരിക്കുക. എടാ, വണ്ടി തെറ്റി വീണതാടാ, വന്നൊന്ന് പിടിക്കടാ. ഇതാ വരുന്നു ചേട്ടാ. നോക്കി വാ മക്കളെ, എന്റെ പുറത്തേക്ക് വീഴല്ലേ. കഴിഞ്ഞതാ. അയ്യോ, നോക്കി. അയ്യോ ചേട്ടാ, ഷർട്ടൊക്കെ കീറിയല്ലോ. എന്താ കയ്യിന്ന് ചോര വരുന്നത് കണ്ടില്ലേ? അതെ ചേട്ടാ, അതാ ഇവിടെ ഒന്ന് പിടിച്ച് കയറ്റണേ. ആ കുരുത്തം കെട്ടവനെ എന്നെ ഒന്ന് ഇടിച്ചിട്ടത്, അവനെ കൂടെ ഒന്ന് രക്ഷിച്ചേ കേട്ടോ. എന്താ ഏട്ടാ ഇത്? ചെല്ലടാ. ഇവരെന്താ ജോഡിയായിട്ടാണോ വീണത്? എന്തിനാ ഇത്രയധികം സ്റ്റിച്ച് ഇടുന്നേ? എന്താ ഇത് സാറേ, ഡോക്ടറെ പോലെ ചെയ്യുന്നേ? നിങ്ങളെന്താ ഡോക്ടറാ? അതെ, ഡോക്ടർ തന്നെ. ചെയ്യുന്ന രീതി കണ്ടപ്പോഴേ തോന്നി നിങ്ങളെ ഡോക്ടർ തന്നെ ആയിരിക്കുന്നു. എടാ, കണ്ടില്ലേ, നമ്മളെ രക്ഷിക്കാൻ ഡോക്ടർ തന്നെ വന്നിരിക്കുന്നേ. ചേട്ടൻ നമുക്ക് പോയാലോ? ചാവണെങ്കിൽ നിനക്ക് തനിയെ പോയി ചത്തൂടെ, എന്നെ എന്തിനാ കൂട്ടുപിടിക്കുന്നത്? പോടാ. ഗിയറില്ലാതെ ഞാനെന്ത് ചെയ്യാനാ? ആ വണ്ടിയിൽ എന്തിനാ ഗിയറ്? പോയി തോലേടാ. ഡോക്ടർ ആ, കഴിഞ്ഞു. താങ്ക് യു. എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണേ ഞാൻ ചെയ്യാം. ഇതിനകത്ത് വന്ന് 10 മിനിറ്റ് ഈ ഡോക്ടർ എവിടെ പോയി? ഡോക്ടറെ, സമയമില്ല, വേഗം വാ. എന്തോരം ജോലി ഉണ്ടെന്നറിയോ? ഡ്രൈവർ സാർ. AC കുറച്ച് കൂട്ടിയിട് മോനെ. ശരി സാറേ. സാർ, സാറിന്റെ പേരെന്താ? കാളി. കാളിയോ? സാറിന്റെ കഥ കേട്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോവാ? എൻ്റെ അമ്മയുടെ പേര് പാർവതി എന്നാ. എൻ്റെ അമ്മ ജനിച്ചു വളർന്നൊക്കെ ഇവിടെയാണ്. ഇത് രണ്ടും അല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. എൻ്റെ അമ്മയെ ചതിച്ച എൻ്റെ അച്ഛൻ ആരാണ്? 28 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയണം. ഒരാൾക്ക് തൻ്റെ അമ്മ ആരാണെന്ന് ആരോട് വേണമെങ്കിലും ചോദിച്ചറിയാം. എന്നാൽ അച്ഛൻ ആരാണെന്നുള്ളത് ചോദിച്ചാൽ നന്നായിരിക്കില്ല. അതുകൊണ്ട് ആരും അറിയാതെ എൻ്റെ അമ്മയെ ചതിച്ച എൻ്റെ അച്ഛൻ ആരാന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ? ഞാൻ ആരാണ്, എന്തിനു വേണ്ടിയാണ് ഈ നാട്ടിൽ വന്നിരിക്കുന്നതെന്ന് ആരും അറിയാൻ പാടില്ല. നീ എൻ്റെ കൂടെ നിൽക്കണം. അയാള് കാര്യം പറഞ്ഞ എന്റെ തല ഇതുപോലെ ഇടുന്ന് ഉരുളെന്ന് ഓർത്താ. ഇനി എന്താകും എന്തോ. സാറേ, അദ്ദേഹമാണ് നാട്ടിലെ പ്രമാണി. അയ്യോ മുതലാളി, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലല്ലോ കള്ളം പറയാൻ പാടില്ലെന്ന്. അതെ, എന്തെന്നാണ് അയാള് പറഞ്ഞത്? മുതലാളിക്ക് ആട്ടുകാലിന് സൂപ്പ് വെച്ച് കൊടുക്കുന്ന ഒരു കോഴിക്കാലിന് സൂപ്പ് വെച്ച് കൊടുത്തത്. എന്തിനാ ഡോക്ടറെ ഇങ്ങോട്ട് വന്നേ? അതെ, നമസ്കാരമുണ്ട് സാറേ. എന്ത് കഥയാ പറയാൻ പോകുന്നേ? ഇതാരാ? എന്താ കാര്യം?
എനിക്ക് സൂപ്പ് വേണമെന്ന് പറഞ്ഞ അയ്യോ അല്ല സാറേ തിരുവനന്തപുരത്ത് നിന്ന് വെള്ളിച്ചനെ അയച്ചതാ ആ. ഡോക്ടർ പഠിത്തം കഴിഞ്ഞതാ സാറേ നമ്മുടെ നാട്ടിലൊരു ക്ലിനിക്ക് വെക്കണം പോലും അതിന് വന്നിരിക്കുന്ന ആള് ആ. ക്ലിനിക്കോ? അതെ സാർ. ഈ നാട്ടില് ഹോസ്പിറ്റൽ നടത്തിയിട്ട് എന്ത് കിട്ടാനാ? ഇവിടുന്ന് കാശ് കിട്ടില്ല. ഇഞ്ചക്ഷൻ ചെയ്ത് കഴിയുമ്പോ ചിലപ്പോ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ? കാശുണ്ടാക്കാൻ വേണ്ടിയല്ല സാർ ഞാൻ വന്നത്. എന്റെ പ്രോജക്റ്റിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെ സഹായിക്കണം. അതാണ് എന്റെ ആഗ്രഹം സാർ. അത് ശരി. ഫ്രീ ആയിട്ടുള്ള ചികിത്സ. ആ ഗോപി, എന്താ സാറേ? നമ്മുടെ പഴയ പഞ്ചായത്ത് കെട്ടിടമില്ലേ, അത് സാറിന് കാണിച്ചു കൊടുക്ക്. ആ ശരി സാർ. അത് ഒഴിഞ്ഞു കിടക്കുന്നതാ. അവിടെ ക്ലിനിക്ക് തുടങ്ങാൻ സൗകര്യം ഉണ്ടെന്ന് നോക്ക്. താങ്ക് യു സാർ. ആയിക്കോട്ടെ. ആ ബിൽഡിംഗ് എങ്ങനെ കിടക്കാൻ കാരണം നീ തന്നെ ഇല്ലടാ. കൊന്നാളി ഞാൻ റാസ്കൽ. എന്നോട് കള്ളം പറയുന്നു. ഞാൻ പോവാം. അടിക്കാൻ ആളെ കിട്ടില്ല അയാളെ നമ്മളെ പിടിച്ചു തല്ലും. വാ ഡാക്ടറെ, ഇതാണ് പഞ്ചായത്ത് ബിൽഡിംഗ്, നമ്മൾ തുടങ്ങാനിരിക്കുന്ന ക്ലിനിക്ക്. താക്കോലൊന്നുമില്ല, ആരെങ്കിലും അകത്ത് കയറി കിടപ്പുണ്ടോ ആവോ. കേറി നോക്കിക്കളയാന്നേ. ആവോ ആരുമില്ല. ഡാക്ടറെ, സാറിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹം സാറിനേക്കാൾ കൂടുതൽ ഇപ്പൊ എനിക്കാണുള്ളത്, അറിയാമോ? ഓ ഇനിയിപ്പോ എന്റെ അച്ഛൻ തന്നെയായിരിക്കും ഇവന്റെ അച്ഛൻ. ആകെയുള്ള 1.5 സെന്റിന്റെ പകുതി ഇവന് കൊടുക്കേണ്ടി വരുവോ? അല്ല ഡോക്ടറെ, ഒരു കൈ സഹായിച്ചേ. എനിക്ക് എന്താന്ന് വെച്ചാ നമ്മുടെ നാട്ടിലെ പ്രമാണി പരമേശ്വരൻ സാറില്ലേ, പരമേശ്വരൻ അയാളെ സാറ്? തന്നെയാ സംശയം. സംശയം? യെസ്. കണ്ടിട്ടൊരു നല്ല ആളെ പോലെ ഉണ്ടല്ലോ. കാണാൻ നല്ല ആൾക്കാരെ പോലെ തന്നെ തോന്നും. അവന്മാർക്ക് ഏറ്റവും വലിയ കള്ളന്മാര്. ഇയാളെ കുറിച്ച് ഞാൻ നേരത്തെ അന്വേഷിച്ചിട്ടുണ്ട്. മറ്റേ കാര്യത്തിൽ ഇയാൾ ഭയങ്കര വീക്കാണെന്നേ, ഒന്നിനെ പോലും വിടില്ല. അങ്ങനെയാണോ? എന്തെങ്ങനെയാന്ന്? ഈ നാട്ടില് സാറിനെ പോലെ കളറുള്ള 7-8 പേര് മാത്രമേ ഉള്ളൂ. അതിലൊരാളാ പരമേശ്വരൻ തന്നെയാ. മറ്റുള്ളവരൊക്കെ ടാറിന്റെ കളർ പോലെ കറുത്തിരുണ്ടിട്ടായിരിക്കുന്നത്. ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. എന്ത് പറയുന്നു? എങ്ങനെയുണ്ട് ഡോക്ടറെ? വന്നാട്ടെ സൗജന്യമായി ആരോഗ്യ പരിശോധനയ്ക്ക് വന്നാട്ടെ. വെറുതെ വീട്ടിൽ സോഫയിൽ കുത്തിരുന്നാലും സീറ്റിൽ കാണരുത്. ആരോഗ്യ പരിശോധനയ്ക്ക് മെഡിക്കൽ ക്യാമ്പിലേക്ക് വരൂ. 10 പൈസ പോലും നിങ്ങൾ ചെലവാക്കണ്ട. നിങ്ങളുടെ ആരോഗ്യമാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഞങ്ങളുടെ മെഡിക്കൽ ക്യാമ്പിലേക്ക് എല്ലാവരും വന്നാട്ടെ. എടാ എന്താടാ ഒരേ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? വേറെ റൂട്ടിലേക്ക് വിടറാ. നാട്ടുകാരെ, ഇന്നലെ നന്നായിരുന്നവൻ ഇന്ന് പെട്ടെന്ന് മരിച്ചുപോയെന്നുള്ള വിഷമം നിങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖമൊക്കെ. അതെ ചേട്ടത്തി, കുട്ടികളെ ചെക്കപ്പിന് കൂട്ടിയിട്ട് പോണെങ്കിൽ എത്ര കാശ് വേണ്ടി വരും? അതിന് കാശൊന്നും കൊടുക്കണ്ടടി. ആഹാ അതെയോ? അതെ, 200 ഉള്ളവരൊക്കെ മുമ്പിലേക്ക് മാറിയുന്നേ. തന്റെ പേരെന്താ? മൂസ. ആ സൈഡിലേക്ക് മാറിയേക്ക്. തന്റെ പേരെന്താ? ഇന്ത്യൻ. അപ്പൊ പിന്നെ ഞങ്ങളെന്താ പാകിസ്ഥാനോ? ദൂരെ മാറിപ്പോയി നിൽക്ക് പോ. ചേച്ചി നമ്മുടെ നാട്ടില് പുതിയ ഡോക്ടർ വന്നിട്ടുണ്ട്. ഞങ്ങള് രക്ഷപ്പെട്ടു. ഈ വലിയൊരു കോമ്പറ്റീഷനോ? കണ്ടു കളയാം. ഈ ഗുളിക ഓരോന്ന് വീതം 2 നേരം 2 ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഒരുപാട് നന്ദിയുണ്ട് മോനെ. ആയിക്കോട്ടെ. അടുത്ത ആള് വരൂ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. എന്താ പറ്റിയേ? കഴിച്ചാൽ ഉടനെ ഛർദിക്കുന്നു ഡോക്ടറെ. 3 നേരം മുടങ്ങാതെ ഛർദ്ദിക്കുന്നു. അതെ ഡോക്ടറെ. സമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ലേ? കൃത്യസമയത്ത് പിടേന്ന് കഴിക്കും. രാവിലെ എന്താ കഴിച്ചേ? ഒരു ക്വാർട്ടർ മാത്രം. ക്വാർട്ടർ മീൻസ്? മീനൊന്നുമില്ല ഡോക്ടറെ, യാരും കോഴിയൊക്കെ ഉള്ളൂ. ഡോക്ടറെ, അവൻ ഉദ്ദേശിച്ച കോട്ടറെ നമ്മുടെ മദ്യവാ. ഓ പച്ചക്ക് അടിക്കുവോ അതോ വെള്ളം ഒഴിച്ചാണോ കഴിക്കുന്നത്? വെള്ളം ഒഴിച്ചല്ലേ കഴിക്കാൻ പറ്റൂ ഡോക്ടറെ. പച്ചയ്ക്ക് കഴിച്ച ശരീരം എന്തിനു കൊള്ളും? ചേട്ടാ, ഇനി ഇത് കുടിക്കുന്നതിന് മുമ്പ് വയറ് നിറച്ച് ആഹാരം കഴിച്ചതിന് ശേഷം കഴിച്ചാൽ മതി, കേട്ടല്ലോ? വളരെ നന്ദിയുണ്ട് ഡോക്ടറെ. നിന്നെ കുടിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. ഇനി നീ എങ്ങനെ പുറത്തു വരും എനിക്കൊന്ന് കാണണം. ഗോപി, നെക്സ്റ്റ്. കോട്ടറെ, എന്താ? തന്റെ പേര് പറയും. മമ്മൂട്ടി. അപ്പൊ അച്ഛന്റെ പേരെന്താ? ദുൽഖർ തനിക്ക് ഒരച്ഛനല്ലേ ഉള്ളൂ. ഇതിലെന്താ ഒരു സംശയം? അത് വിട്. അമ്മയുടെ പേരെന്താ? കൃഷ്ണവേണി. കൃഷ്ണവേണിയാ? എന്തിനാ ഇത് ചുഴലി കയറ്റുന്ന ഈ ഭാഗത്തേക്ക്? എന്താ വലിയ ഞങ്ങളിവിടെ വരിയിലേക്കുമ്പോ നീ മാത്രം നിന്റെ ഇഷ്ടത്തിന് പോവാ? അതെ ഡോക്ടർമാർ തമ്മിൽ കാണേണ്ട ആവശ്യം. ഓസാണെന്ന് അറിഞ്ഞപ്പോഴേ എത്തിയല്ലേ? പോ. പറഞ്ഞോളൂ, എന്താ പറ്റി? നിങ്ങളും ഡോക്ടറല്ലേ, നിങ്ങൾ തന്നെ പറ. ഇത് വെക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? ഇമാതിരി പണിയൊന്നും എന്റെ അടുത്ത് ഇറക്കണ്ട. എന്താണെങ്കിലും നോക്കി പറഞ്ഞാ മതി. നോക്കി പറയണമെന്നോ? ഇങ്ങനെ ഒരുപാട് സമയം നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇയാൾ എന്തിനാ എവിടേക്ക് വന്നേ? ഡോക്ടർമാരെ എന്തിനാ കാണാൻ വരുന്നത്? ഇപ്പൊ എന്തിനാ നിങ്ങൾ സൂചിയൊക്കെ എടുക്കുന്നത്? ഈ ശരീരത്തിൽ ഒരുപാട് കൊഴുപ്പുണ്ടെന്ന് തോന്നുന്നു. ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ എല്ലാം അങ്ങ് ശരിയാവും. ഈ ഓലപ്പാമ്പിനെ ഒന്ന് കാണിച്ച് എന്നെ പേടിപ്പിക്കണ്ട. ഞാനും ഒരു ഡോക്ടറാ. ഓ,
ഈ നാട്ടിൽ മുറിവൈദ്യം നോക്കുന്ന വല്യമ്മ നീയാണല്ലേ? എന്താ വല്യമ്മയോ? നാട്ടുകാരോടൊന്ന് പോയി ചോദിച്ചു നോക്ക്. അപ്പൊ അറിയും വല്ലിയുടെ മൗസും പവറൊക്കെ. നിങ്ങളൊരു പൊട്ട ഡോക്ടറാണെന്ന് ഈ നാട്ടുകാരെ അറിയിച്ച് നിങ്ങൾ ഈ നാട്ടീന്ന് ഞാൻ ഓടിച്ചില്ലെങ്കിൽ എടാ ഗോപി, ഈ കല്യാണത്തിന് നീ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നേ? ഈ കല്യാണത്തിന് ഈ നാട്ടിലുള്ള എല്ലാവരും പങ്കെടുക്കും. അതിൽ വെളുത്തവന്മാരെ നോക്കി സാറിന്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ ഇൻവിറ്റേഷൻ തരാത്ത കല്യാണത്തിന് എനിക്കൊക്കെ ആരും ഇൻവിറ്റേഷൻ തരുന്ന ഡോക്ടറെ? ഞാൻ നേരെ പോയി ഭക്ഷണം കഴിച്ചിട്ടെങ്കിൽ പോരും ഡോക്ടറെ. നമസ്കാരം ചേച്ചി. എന്താടാ ഗോപി, ഒരു കല്യാണം വിടില്ലല്ലോ. ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ ഓടട്ടെ, എന്നെ പിടിക്കാൻ വാ. എന്താ ഡോക്ടറെ ഇങ്ങനെ നോക്കുന്നേ? ഡോക്ടർ അച്ഛനെ കണ്ടുപിടിക്കണോ വേണ്ടയോ? കണ്ടുപിടിക്കണം ഗോപി. പക്ഷെ ഇങ്ങനെയൊക്കെ അതിന് ഇത് മാത്രമുള്ള ഒരു ഐഡിയ. ഒന്ന് വന്നേ. എടാ അമ്മമാരെ പോലും വെറുതെ വിട്ടില്ലല്ലേ, മാറിക്കടാ. നമസ്കാരം സാർ. എങ്ങനെ ആ കുഴപ്പമൊന്നുമില്ല സാർ. ഡോക്ടറെ, ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ സാറിന്റെ അച്ഛനും ഉണ്ടാവും. പക്ഷെ ആരാന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ആ ഡോക്ടറെ, നിങ്ങളുടെ കുടുംബത്തിൽ പാടാറുള്ള പാട്ടില്ലേ, ആ പാട്ട് പാടിക്കേ. ആരുടെ മുഖത്താണോ റിയാക്ഷൻ മാറുന്നത് അയാളായിരിക്കും സാറിന്റെ അച്ഛൻ. ഒന്ന് പാടുന്നേ. പാട്ടോ? ആ അതെ, പാട്ടല്ലേ പാടാൻ പറഞ്ഞേ. എഴുതി കമ്പോസ് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. ഇത്ര അങ്ങോട്ട് ആലോചിക്കാൻ. നമസ്കാരം ഫാദർ. വരൂ. അങ്ങോട്ട്. നമസ്കാരം മോനെ. എല്ലാവർക്കും നമസ്കാരം. അയൽ ഗ്രാമങ്ങളിലൊന്നും നടക്കാത്തൊരു നല്ല കാര്യം നമ്മുടെ ഗ്രാമത്തിൽ നടക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. എന്തുവാടാ ഇത്? കുറച്ചേ ഉള്ളു ചേട്ടാ. ഒന്ന് പെട്ടെന്ന് തീർന്ന് തീർക്ക. നമ്മുടെ എല്ലാം ഐക്യത്തിന് കാരണമായ ഈ ഫാദറിനെ ദമ്പതികളെ അനുഗ്രഹിക്കാനായി ഇവിടെ ക്ഷണിക്കുന്നു. ഈ മണ്ഡപത്തിലിരിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ വന്ദനം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടത്. നമുക്ക് മതമല്ല പ്രധാനം, മനുഷ്യ സ്നേഹം തന്നെയാണ് പ്രധാനം എന്നുള്ള സത്യം ഇനിയുള്ള കാലം നമ്മുടെ ഉള്ളിൽ വളർന്നുകൊണ്ടേയിരിക്കണം. ഇതായിരിക്കുന്ന കണ്ടില്ലേ സേവ്യർ, നമ്മുടെ പള്ളി നടയിൽ വെച്ചാണ് ലക്ഷ്മി ഇവനെ ചെരുക്കൂരി അടിച്ചത്. അതൊക്കെ കഴിഞ്ഞതാ ഇപ്പൊ രണ്ടുപേരും കല്യാണത്തിലെത്തി നിൽക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുമയോടെ പരസ്പരം സ്നേഹിച്ച് അനുസരണയോടെ സന്തോഷമായി ജീവിക്കാൻ എന്റെ എല്ലാവിധ ആശംസകളും. ഗോഡ് ബ്ലസ് യു. സെയിം ടു യു ഫാദർ. വാ നമുക്ക് നമ്മുടെ ജോലി നോക്കാം. കഴിക്കാൻ വേണ്ടി വിളിച്ചാണ്. എന്തായത് സാറേ, ഞാൻ അത്ര മോശമെന്ന് കരുതിയോ? പഴയ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് ഡോക്ടറിന്റെ അമ്മയെ കുറിച്ച് അന്വേഷിക്കുന്ന കരുതിയതാ. അതിനിടയ്ക്ക് സാർ എന്നെ തെറ്റിദ്ധരിച്ചു. സോറി ഗോപി, നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. ശരി, നമുക്ക് ഈ പ്രസിഡന്റ് വീട്ടിൽ നിന്ന് കഴിക്കാം. ഗോപി, ഈ പ്രസിഡന്റ് എന്ന് വെച്ചാ? പ്രസിഡന്റ് എന്ന് വെച്ചാ വിവോയാ. വിവോ എന്ന് പറഞ്ഞ? അതൊക്കെ വിശദീകരിക്കാൻ നിന്നാ ഒരുപാടുണ്ട്. ഗ്രാമത്തിന്റെ അധിപൻ. അധിപൻ എന്ന് പറയുമ്പോ ഡോക്ടറിന്റെ കാര്യം ഒന്ന് പോയി. ഒന്നിക്ക് ഗോപി വാ. പ്രസിഡന്റ് ആലിയാസ് വിവോ. ആൾവേസ് ഓൾവേസ് ഓൾവേസ്. പാപങ്ങൾ മുഴുവൻ ചെയ്തിട്ട് ദൈവത്തിനെ പൂജിക്കുന്ന കണ്ടില്ലേ? അങ്ങേരാണ് പഴയ പ്രസിഡന്റ്. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. സാറിന് എന്നെ മനസ്സിലായോ? പിന്നെ മനസ്സിലായോന്നു? ഞാൻ റിട്ടയർഡ് ആയിട്ട് വീട്ടിലിരിക്കുന്നു, നീ ഒരു ജോലിയും ഇല്ലാതെ വീട്ടിലിരിക്കുന്നു. എനിക്കറിയില്ല നിന്നെ. ഞാൻ പറഞ്ഞില്ലേ സാർ ഭയങ്കര തമാശക്കാരനാണ്. ഇത് തമാശയൊന്നുമല്ല. തമാശ ഞാൻ തോന്നത്തേയില്ല. ഈ പയ്യനാണല്ലേ ഡോക്ടർ? അല്ല സാറേ, സാറിനോട് പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോ മോനെ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് പാർവതി എന്നൊരു പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടില്ലേ? അന്നത്തെ തീരുമാനം തെറ്റായിരുന്നല്ലേ? മോനപ്പന്റെ ഭാര്യക്ക്. മോനപ്പന്റെ ഭാര്യയാണോ? ഇപ്പൊ ആ പാർവതി ജീവനോടെ ഉണ്ടോ അതോ മരിച്ചു കാണുമോ? എന്താ സാറേ ഇങ്ങനെ സൗണ്ട് മാറ്റി പറയുന്നേ? നീ ഒന്ന് അങ്ങോട്ട് നോക്കിയേ. എങ്ങോട്ട്? ഗുഡ് മോർണിംഗ് ആന്റി. എന്താടാ കരിങ്കല്ല് പോലെ ഒരാൾ ഇവിടെ നിന്നിട്ട് ഞാൻ ചത്തുപോയെന്ന് പറയുന്നു? നിന്റെ മോന്തയാണ് ഇടിച്ചു. തന്നെ മുഖം അങ്ങനെ ഇരിക്കുന്നേ. ഇനി ചേച്ചിയുടെ വക. ഗോപി, എന്താ ഡോക്ടർ? അവന്ന് അന്വേഷിച്ചിട്ട് പോകാൻ നടക്ക ഡോക്ടറെ. അവര് നമ്മളെ അടിക്കില്ല, ചതയ്ക്കും. ഫാദറെ എന്താ ഗോപി, നമസ്കാരം. നന്നായിട്ട് തട്ടിയിട്ട് വന്ന പോലെ ഉണ്ടല്ലോ. ആ അതെ ഫാദറെ, എന്ത് ചെയ്യാനാ, വ്രതത്തിലായി പോയി. അതുകൊണ്ട് പച്ചക്കറി മാത്രം കഴിച്ചോളൂ. ഇദ്ദേഹത്തിന്റെ പേര് കാളി. നമ്മുടെ നാട്ടിൽ ഡോക്ടറായിട്ട് വന്നേക്കാ. ഞാൻ പറഞ്ഞു കേട്ടിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളെ പോലെ ഒത്തിരി പേര് ഇവിടെ സഹായത്തിന് വന്നിട്ടുള്ള നാടാ. പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓടിക്കളയും. നിങ്ങളെങ്കിലും ഇവിടെ ഉണ്ടാവില്ലേ? ഷുവർ ഫാദർ, തീർച്ചയായിട്ടും ഉണ്ടാവും. പാവ ഈ ജനങ്ങൾക്ക് നിങ്ങളെ പോലുള്ളവർ നല്ലത് ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷം. ഞാൻ കൈവിടില്ല ഫാദർ. ഫാദർ, നിങ്ങൾക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പാർവതി എന്ന പേരുള്ള ആരെങ്കിലും പരിചയമുണ്ടോ? ഫാദർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഫാദറിന് അറിയാൻ പറ്റും. പറയണം. നമ്മുടെ മോനപ്പന്റെ ഭാര്യയുടെ പേര് പാർവതി എന്നല്ലേ? അവരെയൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ? അറിയാം ഫാദർ. അപ്പൊ നമുക്ക് പിന്നീട് കാണാം. ശരി ഫാദർ. ഹലോ ഡോക്ടറെ, സാറിന്റെ അച്ഛനെ കണ്ടുപിടിച്ചേ?
പാർവതി എടി നോക്കടി. ഇയാളിത് എവിടെ നിന്നാ പാടുന്നതെന്ന് അറിയില്ലല്ലോ. പാർവതി എടി നോക്കടി. ഇവനെന്തിനാ ഈ പാർവതിയെ കുറിച്ചുള്ള പാട്ട് പാടുന്നേ? എടി ഇയാളാണ് ഡോക്ടറിന്റെ അച്ഛൻ. ഇയാളെയൊക്കെ കണ്ടുപിടിക്കാതിരിക്കുന്നത് തന്നെ നല്ലത്. ചന്ദ്രൻ വരെ മുഴുവനും വരാതെ പകുതി വന്ന് നിന്നുകൊണ്ട് നമ്മളെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുക. അയാൾ എന്തിനായിരിക്കും ആ പാട്ട് പാടിയത്? എനിക്കെന്തോ അയാൾ തന്നെയായിരിക്കും ഡോക്ടറിന്റെ അച്ഛനെന്നൊരു ഡൗട്ട് ഉണ്ട്. നീ ആരെ കുറിച്ച് പറയുന്നത്? നമ്മുടെ വലിയ അച്ഛനെ. പക്ഷെ ആ മാങ്ങാട്ട് തലേനെയും ഡോക്ടറുടെ മുഖം വെച്ച് നോക്കുമ്പോൾ മാച്ചേ ആവുന്നില്ല. വല്യാണെങ്കിൽ നാട്ടിലുള്ള വൈദ്യരും, സാറാണെങ്കിൽ വിദേശത്തുനിന്ന് വന്ന ഡോക്ടറും. ഇനി ചിലപ്പോ വല്യ സാറിന്റെ സഹോദരിയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ സാറിന്റെ അളിയെ ഞാൻ തന്നെയാ. അയ്യോ, എന്താ ഇത്? ഡോക്ടറെ, നമുക്കാരോ കൂടോത്രം ചെയ്തിട്ടിരിക്കുക. കൂടോത്രം? എന്തിനു? എല്ലാത്തിനും തടസ്സം വരുമെന്നേ. ഒരുത്ത നന്നായിരുന്ന അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കൂടോത്രം, അറിയോ? എന്തിനാ ഒരാൾ നന്നായിരിക്കുമ്പോ അവനെ നശിപ്പിക്കാൻ നോക്കുന്നത്? അതാണ് ഇന്നത്തെ മനുഷ്യന്റെ ഗുണം. എന്റെ ദൈവമേ, എന്റെ ഉയർച്ചയിൽ അസൂയുള്ള ഏതോ ഒരുത്തനെ ഈ കൂടോത്രം കഴുത്തിൽ പിടിച്ച് വലിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നല്ലോ ദൈവമേ. അയ്യോ ഗോപി, നിന്റെ പ്രശ്നം എന്താ? നാട്ടിലുള്ള എല്ലാ പ്രേതവും വിശ്വാസി ഇവിടെ തന്നെയുണ്ട്. ഇപ്പോ ഈ പാവയുടെ തല കണ്ടിട്ട് എന്റെ അച്ഛന്റെ തല പോലെ തന്നെയുണ്ട്. അമ്മേ, നിനക്കെന്താ പറ്റിയ? ചാത്തനേർ തുടങ്ങിയെന്നാ തോന്നുന്നേ. ഓം ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. ആരടാ നീ? എടാ മൊട്ടെ, നീ ചോദിച്ച ഉടനെ തന്നെ ഞാൻ പറയാൻ പോവാണോ? ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയോ? ഫുട്ബോൾ തലയാ നിന്റെ മുമ്പിൽ തന്നെയല്ലേ ഇരിക്കുന്നേ, എന്നിട്ടാണ് അറിയോന്ന് ചോദിക്കുന്നേ. ചാട്ടമാറോ? എടോ, ഞാൻ പാർവതിയാണോ വന്നിരിക്കുന്നേ? ആണോ? ഏത് നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്? തനിക്ക് അതുപോലും അറിയില്ലേ? ഞാൻ ഈ നാട്ടുകാരിയാണോ? എനിക്കറിയില്ലടാ, തെളിച്ചു പറ. ഒന്ന് നിർത്തോ. 28 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ പറ്റിച്ചില്ലടോ. നീ ആരെ കുറിച്ചാ പറയുന്നത്? അതറിയാത്തോണ്ടല്ലോ വന്നിരിക്കുന്നത്. താനൊന്ന് കണ്ടുപിടിക്കണോ? പറയുന്നതൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? കൂടെ നിൽക്കുന്ന ആരോടെങ്കിലും പോയി ചോദിക്കണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾക്കറിയാമോ? ആർക്കൊന്നും അറിയില്ല. വാ തുറക്കടാ. അമ്മേ, അച്ഛനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ മോനെ? ഇല്ലമ്മേ. എന്റെ അമ്മയെ തേടുന്നത് പോലെ ഞാൻ അച്ഛനെ അന്വേഷിച്ചോണ്ടിരിക്കുക. അമ്മേ, വേഗം എടുക്ക്. ഡാ, ഇത് കണ്ടോ? ഇത് വെച്ചാണ് ഡോക്ടർ പെണ്ണുങ്ങൾ ഇങ്ങനെ തൊട്ട് നോക്കുന്നത്. ഇത് സ്റ്റെതസ്കോപ്പാടാ. ഇത് വെച്ചാ ഹാർട്ടൊക്കെ ചെക്ക് ചെയ്യുന്നേ. വേറെന്തെങ്കിലും ഉണ്ടോ നോക്ക്. നോക്കട്ടെ. നിങ്ങളോട് എന്തെടുക്കാടാ? പന്തെടുക്കാൻ വന്നതാ. പന്തോ? അവിടെ നിന്ന് എങ്ങനെ എടുക്കാൻ പറ്റുന്നേ? ഇങ്ങോട്ട് വാടാ, ചെല് പോയി എടുക്ക്. ഡാ, വാടാ വാടാ വാടാ, ഓടി വാ. വരം വണ്ട്. എന്താ പറ്റിയേ? വയറ്റിന്ന് പോന്ന ചേച്ചി. ഞാൻ ഡോക്ടറാടാ. വയറ്റിന്ന് പോന്ന് ഡോക്ടർ എന്ന് പറയണം. ശരി, വയറ്റിന്ന് പോന്ന ഡോക്ടർ. എത്ര പ്രാവശ്യം പോയി? അയ്യോ, ഞാൻ എണ്ണിയില്ലല്ലോ. പോയി എണ്ണീട്ട് വാ. അടുത്ത ആള് വാ. നിനക്കെന്താ പ്രോബ്ലം? പനിയാണ് ഡോക്ടർ. പനിയാന്നോ? അതിന് കൊറേ കാശ് ചെലവാവല്ലോ. എനിക്ക് തലവേദനയാ. ഇത് 3 നേരം കഴിക്ക്, ശരിയായിക്കോളൂ. ശരി ഡോക്ടർ. ഓടിക്കോളൂ ഓടിക്കോളൂ. വേഗം വാ, ഡോക്ടർ വന്നു. ഞാൻ വിചാരിച്ചതാ ഇത് നീ തന്നെ ആയിരിക്കും. അവര് ചോദിച്ചോണ്ടാ. അവര് ചോദിച്ചാ നീ ഞാൻ കൊടുക്കൂ? ഇത് കളിക്കുന്ന സാധനമാണോ? ചുമ്മാ എടുത്ത് കഴിച്ചാലും ചത്തു പോറിയാവോ? വലിയ നീ വിചാരിക്കുന്ന പോലത്തെ ഒരു സാധാരണ മെഡിസിൻ അല്ല, മനസ്സിലായോ? ഇതും എടുത്തോണ്ട് പോയിക്കോ. ട്രൈ ടു ബി റെസ്പോൺസിബിൾ. ഡോക്ടറെ, പുറകുവശത്ത് ഒരു കുരു പൊങ്ങിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം. ഞാൻ നോക്കട്ടെ, കാണിക്കേ. അതൊന്നും വേണ്ട ഡോക്ടറെ, ഗുളികയോ മരുന്നോ തന്നാ ഞാൻ തന്നെ ശരിയായിക്കോളാം. കണ്ടാലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഡോക്ടറോടൊന്നും മറച്ചു വെക്കാൻ പാടില്ല. എന്താ ഡോക്ടർ ഇങ്ങനെ പറയണേ? ഇത് ഡോക്ടർ കണ്ടാലേ ശരിയാകുന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ മാസം തന്നെ ശരിയാക്കിയേനെ. എന്തൊരു ഡോക്ടറാ ഇത്? ഡോക്ടറോടൊന്നും മറച്ചു വെക്കാൻ പാടില്ല അത്രേ. തന്നെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാ ഭാര്യയും മക്കളൊക്കെ വിളിച്ചോണ്ട് വരിക? കണ്ടില്ലേ ഡോക്ടറെ, ഗോപി അയാള് ബാക്ക് പഞ്ചറായവൻ പറഞ്ഞിട്ട് പോണത്. ഡാ, ഇനി ഒരിക്കൽ കൂടി നീ ഇങ്ങോട്ട് വന്ന് എന്റെ ചൊറിച്ചില് ഞാൻ മാറ്റി തരാം. ഡോ സദാശിവ, അകത്തേക്കല്ലേ ചെരുപ്പ് ഊരിട്ടിട്ട് പോണേ. അതേരാ? എന്താ വല്ലി
ക്യൂവിൽ തന്നെ നിന്ന് കളഞ്ഞ എന്താ ബാക്കിയുള്ള അയാളുടെ നിക്കറും മിന്നും കൂടി അടിച്ചു മാറ്റാൻ വന്നാണോ? ഞാനൊരു പേഷ്യന്റാ. നീയോ? എന്തു വേണം പറഞ്ഞോടോ. അന്ന് ഞാൻ ചെയ്തതെല്ലാം തെറ്റാ. ഇനി ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. അതൊന്ന് പറയാൻ വേണ്ടിയാ വന്ന്. ശരി എന്നാ പൊയ്ക്കോളൂ. എന്തിനാ അങ്ങനെ ചെയ്യാൻ ചോദിച്ചു വഴക്ക് പറയില്ലേ? അതറിയാതെ ചെയ്താന്ന് ഇയാൾ പറഞ്ഞല്ലോ. ക്ഷമിച്ചിരിക്കുന്നു. ഇയാൾ പൊയ്ക്കോ. തനിക്ക് എന്താ വേണ്ടേ? പുറത്ത് പേഷ്യൻസ് വെയിറ്റ് ചെയ്യാ. പോവാൻ നോക്ക്. എനിക്ക് നല്ല സുഖമില്ല. പറ എന്താ പ്രശ്നം? മനസ്സിന് മുറിവേറ്റു. അതൊന്ന് ഉണക്കണം. ഒട്ടും വിശപ്പില്ല. കഴിപ്പിക്കണം. ഉറക്കം ഒട്ടും വരുന്നില്ല. എനിക്ക് ഉറങ്ങണം. ഇതിനൊക്കെ ഇവിടെ മരുന്നുണ്ടോ? മരുന്നുണ്ട്. ഇൻഡൈജഷൻ പ്രോബ്ലം. ഇത് കഴിച്ചാൽ മതി, ശരിയായിക്കോളൂ. ഹലോ ഡോക്ടറെ, എന്നാ ചെല്ല്. അകത്ത് എന്താ അവിടെ പരിപാടി? അവിടെ ചികിത്സ നടക്കുന്ന പോലൊന്നും തോന്നുന്നില്ലല്ലോ. മരുന്ന് കുറിച്ച് തന്നല്ലേ, പിന്നെന്താ? നിന്നൊക്കെ ആരാ ഡോക്ടർ? ഇയാൾ എന്താ പറഞ്ഞേ? വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞതാ. സാർ ഒരു കൊറിയർ ഇവിടെ ഒരു സൈൻ ചെയ്തോളൂ സാർ. താങ്ക് യു സാർ. എന്റെ ഡോക്ടർ ഇതിന് സ്പീഡിൽ വിട. എടാ ഗോപി, എന്തുവാ? എനിക്കൊരു സംശയമുണ്ട്. ആ പ്രസിഡന്റ് എന്റെ അച്ഛൻ തന്നെയാണോ? കാരണം അയാള് ലെഫ്റ്റ് ഹാൻഡ്, ഞാനും ലെഫ്റ്റ് ഹാൻഡ്. അയാള് ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന് ഡോക്ടറിന് എങ്ങനെ അറിയാന്നേ? അത് ശരിയാണല്ലോ, അയാള് ലെഫ്റ്റ് ഹാൻഡ് തന്നെയാ. എനിക്ക് അയാളുടെ DNA ടെസ്റ്റ് നടത്തണമെന്നുണ്ട്. എന്താ? എനിക്ക് അയാളുടെ രക്തം, നഖം, മുടി, തുപ്പല് ഇതെല്ലാം കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഇതെന്താ ഡോക്ടറെ അവിടെ ഇവിടെ തൊടാതെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നേ? DNA ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? അതൊക്കെ നിനക്ക് പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ എനിക്ക് അയാളുടെ മുടി, ടവൽ, തുപ്പൽ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ ഗോപി. ടവല് കിട്ടിയ ഡോക്ടറിന് അച്ഛനെ കിട്ടുമോ? തീർച്ചയായിട്ടും. എന്നാ വണ്ടി വരെ അയാളുടെ വീട്ടിലേക്ക് വിട്. അയ്യോ, അയാളോട് സുഖാണെന്ന് ചോദിച്ചാലേ തല്ലുന്ന ആളാ. മോഷ്ടിക്കുന്ന അവസ്ഥ വരെ എത്തിയില്ലേ ഇപ്പൊ ഏത് വഴിക്കാ പോവാ? അതെ ഡോക്ടറെ. അയ്യോ ഞാനല്ല സാറേ. എന്താ ഡോക്ടറെ, ഒരു വലിയ ആളുടെ വീട്ടിലെ മോഷ്ടിക്കാൻ വന്നിരിക്കുന്ന പേടിയൊന്നുമില്ല സാറിന്. വാ നമുക്ക് ഇവിടെ വിളിച്ചിരിക്കാം. വാ. മതിയോ? ഡോക്ടറെ, എന്താ? ഇതിനു മുമ്പ് മോഷ്ടിച്ച് പരിചയമുണ്ടോ? ഇല്ല. എന്താ ചോദിച്ചു? എന്നാൽ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്. സത്യമാണോ? നല്ല തല്ലും കിട്ടിയിട്ടുണ്ട്. കിട്ടുമല്ലോ. ഒരു കാര്യം കൂടി, ഈ കൊള്ള സംഘത്തിന് ഇപ്പൊ ഞാനാണ് ബോസ് കേട്ടോ. അപ്പൊ ഒരുപാട് പേരുണ്ടോ കൂടെ? ആരും ഇല്ലല്ലോ. ഇല്ല അല്ലേ? ഇല്ല. ഫോളോ മീ. അതാ കിടക്കുന്നു അയാളുടെ ടവല്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. നോക്കി നോക്കി. എന്താ ഇത്? കാഞ്ചനയല്ല, ലോറൻസിന്റെ മുടി പോലെ ഉണ്ടല്ലോ. ഇനി ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എടുക്ക്. ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഇതൊക്കെയാണ് അയാൾ ഇടുന്നത്. ടവലല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. കറക്റ്റ് ആയിട്ട് കൊളുത്തി എടുക്കുന്നേ. അയ്യോ വീട്ടിനകത്ത് എന്റെ ഗോപി, വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് പറ. ഞാനെന്താ അച്ഛനെ കണ്ടുപിടിക്കുന്ന ഡിഗ്രി കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന ആളെന്ന് കരുതിയോ? ഡോക്ടറെ, ഈ മോഷ്ടിക്കുന്ന പണിയൊക്കെ റിസ്കാ. അതിന് പകരം എല്ലാവർക്കും മദ്യം വാങ്ങിക്കൊടുത്ത് ഫിറ്റാക്കിയിട്ട് സത്യം വെളിയിൽ കൊണ്ടുവരാന്നേ. നീ എന്താ പറയണേ? എന്റെ ഡോക്ടറെ, ഇവിടെ നോർമൽ ആയിട്ടിരിക്കുന്നവന്റെ അടുത്ത് തന്നെ പേര് ചോദിച്ചാൽ നുണ മാത്രമേ പറയുള്ളൂ. അതിന് പകരം അവർക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ട് ചോദിച്ചെന്ന് വെച്ചോ, ഹരിചന്ദ്രനെ പോലെ സത്യം നല്ല മണി പോലെ പറയുവര്. നമുക്ക് ആരെയൊക്കെയാണോ സംശയം തോന്നുന്നത് അവർക്ക് എല്ലാവർക്കും മദ്യം വാങ്ങിക്കൊടുത്ത് സത്യം പുറത്തു കൊണ്ടുവരാം. ഐഡിയ എങ്ങനെയുണ്ട്? ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷെ എങ്ങനെ ഗോപി പെട്ടെന്ന് ഒരാളെ വിളിച്ചോണ്ട് വന്നിട്ട് കുടിക്കുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കും? ഇതിന് വേണ്ടിയാ ഡോക്ടറെ ഇന്ത്യയിൽ ജീവിക്കണമെന്ന് പറയുന്നത്. ഇവിടെ ഒരുത്തനെ ടീ കുടിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും വരത്തില്ല. എന്നാൽ വെള്ളം അടിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്നവൻ പോലും ചാടി എണീറ്റ് വരും. അങ്ങനെയാണ് ഇവിടെ? അങ്ങനെ തന്നെ. എണീറ്റ് പോവാം. ഇന്ത്യയുടെ കൾച്ചർ പോലും അറിയത്തില്ല. എന്താ ഇത്? ഫോറിൻ സാധനം വാങ്ങാൻ പറഞ്ഞപ്പോ എന്തിനാ ലോക്കൽ വാങ്ങിച്ചോണ്ട് വന്നേ? ഇത് ചോദിക്കുന്നത് എനിക്കറിയാം. ഇന്ത്യയിലെ കുടിയന്മാർക്ക് വേണ്ടി ആദ്യത്തെ തവണ ഫോറിൻ ബോട്ടിലിൽ വെറും ലോക്കൽ ഐറ്റം. ആഹാ,
അദ്ദേഹത്തിന്റെ അമ്മയാ. നമസ്കാരം. നമസ്കാരം മുത്തശ്ശി. എന്താ മക്കളെ ഈ അത് സമയത്ത്? പിന്നെ സാറിനെ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു മുത്തശ്ശി. ആ ഡോക്ടർ കൊച്ചനല്ലേ നീ? ആ, ഇതെന്താ കയ്യിലിരിക്കുന്ന മരുന്നാ? ഇത് വെള്ള ഡോക്ടർക്ക് പനി പിടിക്കാതിരിക്കാൻ വെള്ളം ചൂടാക്കി കൊണ്ടുവന്നിരിക്കയല്ലേ? കാച്ചിയത് തന്നെയാ. അതെ, എന്റെ മോൻ വന്നല്ലോ. ദൈവമേ, ബിഗ് ബോസ് വരുന്നുണ്ടല്ലോ. അകത്തേക്ക് വാ, സംസാരിച്ചിട്ട് പോവാം. സാറേ നമസ്കാരം. ഡോക്ടറായിരുന്നോ? വരൂ വരൂ. ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇന്ന് ഡോക്ടർ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു കേട്ടു. എന്തായാലും വന്നതിൽ സന്തോഷം. ട്രീറ്റ് എന്ന് പറയുമ്പോ ഇപ്പൊ ഇതാണല്ലോ സ്റ്റൈല്. അയ്യോ, അതെ തന്നെ സാറ് സാറേ. കഴിക്കില്ലെങ്കിൽ കുഴപ്പമില്ല. ഹേയ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ സ്നേഹത്തോടെ കൊണ്ടുവന്നല്ലേ, ഞാൻ വേണ്ടാന്ന് പറയൊന്നുമില്ല. വരൂ, അങ്ങോട്ടിരിക്കും. ഞാനിപ്പോ വിചാരിച്ചുള്ളൂ. ആ, വിദേശി തന്നെയാ. കഴിക്ക് ഡോക്ടറെ. അയ്യോ, ഞാൻ കഴിക്കാറില്ല. എന്താ ഡോക്ടറെ ഇത്? പിറന്നാള് ഡോക്ടറുടെ അല്ലേ? നിങ്ങൾ കുടിക്കാതിരുന്നാൽ എങ്ങനെയാ? എടുക്ക്. എടുത്ത് കുടിക്കുന്നേ. എടുക്ക് ഡോക്ടറെ. ഇവനാള് കൊള്ളാലോ. എന്താടാ ചിയേഴ്സ് പറയാതെ വലിച്ചു കയറ്റിയല്ലോ. അതൊന്നും ശീലമില്ല സാറേ. ചിയേഴ്സ്. ഡോക്ടറെ, എന്നെ കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എന്താ? ഓസിനെ കുടിക്കാൻ കിട്ടിയാൽ മുഴുവനും ഊറ്റുമെന്ന് മനസ്സിലായി. അനിയന്റെ വയസ്സ് എത്രയാ? എനിക്ക് 28. 28. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ മോനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ നിന്നെപ്പോലെ തന്നെ ഉണ്ടാവും. അനിയ, എന്റെ ജീവിതം ഒരു ജീവിതമേ അല്ല. എന്റെ ജീവിതം അവളോടുകൂടി കഴിഞ്ഞു. ആരുടെ കൂടെ എന്ന് പറഞ്ഞേ? ആ പോയിന്റിലേക്ക് വരുന്നുണ്ട്. മനസ്സിലായില്ല സാർ. അതെ അനിയ, അവളെന്റെ എല്ലാമായിരുന്നു. എന്റെ കൺമുന്നിൽ ഇപ്പോഴും അവൾ അതുപോലെയുണ്ട്. അന്ന് കണ്ടതുപോലെ തന്നെ അവളുടെ അത്രയും ഭംഗി കോളേജിൽ ആർക്കും ഇല്ലായിരുന്നു. അന്ന് ഞാൻ ഫൈനൽ ഇയറിന് പഠിക്കുകയായിരുന്നു. ഇയാളെ ഒന്നും സ്റ്റുഡന്റ് ആയിട്ട് പോലും കാണാൻ തോന്നുന്നില്ല. ഡോക്ടർ, എങ്ങനെ വെച്ചൊന്ന് മുമ്പോട്ട് പോയി നോക്കിയാലോ? നിന്റെ സ്നേഹമില്ലാതെ ജീവിക്കുന്നതിന് നല്ലത് ആ കൈകൾ കൊണ്ട് മരിക്കുന്നതാണ്. എന്തുവാടാ അവിടെ ഒരു ശബ്ദം? നിന്റെ ആളെ ഡ്രാമയുടെ റിഹേഴ്സല്ല. എന്തു പറ്റിയടാ? എന്തിനാടാ ചുമ്മാ സമയം കളയുന്നേ? ഒരു വർഷമായിട്ട് നീ അവളുടെ പിന്നാലെ തന്നെയല്ലേ നടക്കുന്നേ? അവൾ എന്താടാ പറഞ്ഞേ? ഇനി നീ അവളുടെ പുറകെ നടക്കുന്ന വെറുതെ നേരം പോക്കാ കേട്ടോ. അവസാനം നിന്നെ തേച്ചിട്ടങ്ങ് പോവുള്ളു. ഒരു ചെറുക്കനോട് ആദ്യം ഇഷ്ടമെന്ന് പറയുന്നവളെ വിശ്വസിക്കുകയും ചെയ്യരുത്. കുറെ നാൾ നമ്മൾ പുറകെ നടന്ന് അവളെ കറക്കി അടിച്ച് വീഴ്ത്തിയെന്ന് വെച്ചു, പിന്നെ അവൾ ഒരിക്കലും നമ്മളെ വിട്ട് പോവില്ലടാ. അങ്ങനെ ഒരാളെ വേണം നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ. എന്നാ പിന്നെ ധൈര്യത്തോടെ ചെന്ന് ഇഷ്ടമെന്ന് പറ. ചുമ്മാ ഇരിക്കടാ. കഴിഞ്ഞ മാസം കിട്ടിയ ഡോസളിയാൻ മറന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇത്ര പേടി. ആണോടാ മച്ചു? അപ്പൊ പേടി തന്നെയാ. ചുമ്മാ എന്തിനാടാ അവനെ പിരികേറ്റിയെ? എന്താ വേണ്ടേ? അവളോടൊന്ന് സംസാരിക്കണമായിരുന്നു, ഒരു പേഴ്സണൽ കാര്യം. അതെന്താണെങ്കിലും എന്നോട് പറഞ്ഞാ മതി. പുല്ലേ, നിന്റെ വൃത്തികെട്ട മുഖം നോക്കി എനിക്ക് ഇഷ്ടമെന്ന് പറയാൻ പറ്റുമോ? കുമാർ, ആവശ്യമില്ലാത്തവരോട് എന്തിനാ വെറുതെ സംസാരിക്കുന്ന? നമ്മൾ എങ്ങോട്ടാടാ പോന്നെ?
രാവിലെ ഞണ്ണാൻ വേണ്ടി ക്യാൻറ്റീനിൽ പോയപ്പോ നീ ചോദ്യം ചോദിച്ചോടാ. അതെങ്ങനെ ചോദിക്കാനാടാ? അപ്പൊ ഇതും ചോദിക്കാൻ പാടില്ല. എന്നിട്ട് അവനെ പൊക്കി വിട്ടു. ഇവനെന്താ ഇവിടെ കാര്യം? ജോലിയില്ലാതെ നടക്കുക. ഇയാളൊന്ന് പുറത്തു പോകും. അവളോട് എന്തിനാ പുറത്തു പോകാൻ പറയുന്ന? നീ അവിടെ നിക്ക്. അതെ, ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി ഒന്ന് പുറത്തു പോകും. എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് സംസാരിച്ചാലെന്താ? അവന്റെ ഒരു മോന്ത കണ്ടില്ലേ? എന്താ റൗഡിത്തരമാണോ? നിന്റെ അഹങ്കാരം ഒന്നും എന്റെ അടുത്ത് വേണ്ട. ഇപ്പൊ കണ്ടോ, ഞാൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നത്. ചുമ്മാരെ, നിന്നോട് എനിക്ക് ഒരു 2 വാക്ക് പറയണം. എന്താ നിങ്ങക്ക് പറയാനുള്ളത്? എന്നെ ഇഷ്ടമാണെന്നല്ലേ, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടണമെങ്കിലേ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് കാണണമെന്ന് തോന്നണം. ഇയാളെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. അങ്ങനെ തോന്നാൻ തനിക്ക് എന്താ പ്രത്യേകിച്ചുള്ളത്? ഏതു നേരം മനുഷ്യനെ ശല്യം ചെയ്യാൻ പിന്നാലെ നടക്കും. അഭിനയം എന്ന് പറയുന്നത് ഒരു വിദ്യയാടാ. അത് കണ്ടിനകത്ത് വരണം. കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണം. നീ എഴുന്നേറ്റ് ഓടരുത്. മനസ്സിലായോ? ചെല്ലേ. ഇവനെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നമസ്കാരം സാർ. എന്താ? എനിക്ക് നാടകത്തിൽ അഭിനയിക്കണമായിരുന്നു. അഭിനയിക്കണമെന്നോ? ഇതെന്താ സ്കൂൾ കുട്ടികളുടെ നാടകമാണെന്ന് കരുതിയോ? റോമിയോ ജൂലിയറ്റ്. ഇത് അഭിനയിക്കാൻ മാത്രമല്ല, കാണണമെങ്കിൽ തന്നെ ഒരു നോളേജ് വേണം. ഈ കോളേജ് കട്ട് ചെയ്യുന്നത്, വഴക്കുണ്ടാക്കുന്നത്, അങ്ങനെയുള്ള നാടകം ഏതെങ്കിലും എടുക്കുമ്പോ നിന്നെ ഞാൻ വിളിക്കാം. പോയിക്കോ സാറേ. ഒടുക്കത്തെ അഭിനയ സാറേ ഞാൻ. ഓ, അഭിനയിക്കുമല്ലേ? സത്യമായിട്ട് അഭിനയിക്കും. അഭിനയിക്കുമെന്ന് ഡയലോഗ് എന്ന് അഭിനയിക്ക്, കാണട്ടെ. ഒരു തവണയെങ്കിലും നീ എന്റെ കാമുകനെന്ന് പറയും. ഞാനൊരു വള്ളിയായി പടരാം. എന്നിട്ട് പിന്നീട് ഒരിക്കലും ഞാൻ റോമി ആയിരിക്കില്ല. വാട്ട് എ പെർഫോമൻസ്, വാട്ട് എ പെർഫോമൻസ്. കണ്ടില്ലേ റോമിയോ? നന്നായിട്ട് കൈയടിക്കേ. വലിച്ചു കീറി ഒട്ടിച്ചത് കണ്ടില്ലേ? വെറോണ എന്ന മനോഹരമായ സ്ഥലത്തു നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. ആ നഗരത്തിൽ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ദീർഘനാളായുള്ള പക ഒരു ദിവസം പൊട്ടിത്തെറിക്കുന്നു. ആ കുടുംബത്തിൽ ജനിച്ച ജീവന തുല്യം സ്നേഹിക്കുന്ന 2 പേർ ഭീഷണിയാൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ആ കമിതാക്കളുടെ ആത്മഹത്യ കുടുംബങ്ങൾ തമ്മിലുള്ള പകയ്ക്ക് അന്ത്യം കുറിക്കുന്നു. അവരുടെ ആത്മാർത്ഥമായ പ്രണയവും അതിലൂടെ അവരുടെ മരണത്താൽ അടങ്ങിയ കോപത്തിന്റെയും കഥയാണ് ഇവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത്. നീ വെച്ചിരിക്കുന്ന പേര് മാത്രമാണ് എന്റെ ശത്രു. നീ ഒരു റോമിയോ മാത്രമല്ലാതെ പോയെങ്കിലും നീ നീയായി തന്നെ ആയിരിക്കും. നിനക്ക് അനുയോജ്യമല്ലാത്ത ഈ പേര് നീ എങ്ങോ ഉപേക്ഷിക്കൂ. അതിനു പകരമായി നീ എന്നെ മുഴുവനായി എടുത്തുകൊള്ളൂ. എന്താ ജൂലിയറ്റേ, റോമിയോ ഓടിപ്പോയോ? കലക്കി വച്ചാര. നിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു ജൂലിയൻ. ഒരു തവണയെങ്കിലും ഞാൻ നിന്റെ കാമുകനെന്ന് പറയൂ ജൂലിയൻ. ഞാനൊരു വള്ളിയായി പടരാം. ആ നിമിഷം മുതൽ ഞാൻ റോമിയോ അല്ല. ഒരു പേര് കൊണ്ട് ഞാൻ ആരാണെന്ന് എങ്ങനെയാണ് പറയുക? എന്റെ പേര് എന്റെ ശത്രുവായതിനാൽ ഞാൻ എന്റെ പേരിനെ വെറുക്കുന്നു. നീ എന്നോട് ഒരു നാഴിക പോലും ഇതുവരെ സംസാരിച്ചിട്ടില്ല. എങ്കിലും നിന്റെ ഈ ശബ്ദം എനിക്ക് പരിചിതമാണ്. നീ റോമിയോ അല്ലേ? നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ സ്വീകരിക്കില്ല ജൂലിയറ്റ്. റോമിയോ ജൂലിയറ്റിന്റെ പ്രണയം ജൂലിയറ്റിന്റെ അമ്മാവൻ എതിർക്കുന്നു. ജൂലിയറ്റ് മരണപ്പെട്ടുവെന്ന് കരുതി റോമിയോ മരിക്കുന്നു. ഇത് കണ്ട ജൂലിയറ്റ് റോമിയോയ്ക്ക് വേണ്ടി ജീവൻ വെടിയുന്നു. റോമിയോ, റോമിയോ, ഇതാ നിന്റെ ഈ ഉടവാൾ എന്റെ ശരീരത്തിൽ ഇറങ്ങി എന്റെ ജീവനും എടുത്തുകൊള്ളട്ടെ.
മൂലാമൊരു ഗാനം നിനക്കായി പതിയെ കണ്ണിൻ മഷി പോലെ തുണയായി അരികെ കാണും കനവെല്ലാം ഒരു നാൾ വിധിയേ മൗനങ്ങളിലെല്ലാം ചിരിയായി നിറയെ നീ മനസ്സിന്റെ മണിച്ചപ്പിൽ ഒളിപ്പിച്ച നിധി അനുപമ ലഹരിയിൽ അതുമൊരു ഹരം സുഖകര നിമിഷവും ഇതുമൊരു വരം പരയുവതിനി ഒരു നിരുപമ സുഖം മൂലാമൊരു ഗാനം നിനക്കായി പതിയെ കണ്ണിൻ മഷി പോലെ തുണയായി അരികെ കണ്ടു നമ്മളാദ്യം തന്നെ മിഴിയിനയിടയെ തോഴി മുല്ലവള്ളി പോലെ നീയും എന്നിൽ ചുറ്റിപ്പടരേ എന്റെ പ്രാണനായോ നിന്നെ ഉടലിലുമണിയേ തോഴ പ്രേമമിന്നിലേകും നിന്നെ മാറിപ്പുണർന്നിടുമേ ശിശിരമായില പൊഴിയവേ നിനവിലുതിരുമഴകേ ഉലകമേ ഇനി പറയുമോ എന്നിലെന്നും അവളാ നിന്റെ മടിയിലാ ഞാൻ ചായും നിരന്തരമായൻ തോഴി വിണ്ണിലിന്നു നക്ഷത്രങ്ങൾ മലരുകൾ വിതരേ ഹൃദയമൊന്നു കൊഞ്ചും നേരം നിൻമുഖമതിലായി തോഴ ഉണരുമെന്റെ ഉള്ളം നീളേ കാറ്റിൽ പറന്നുയരേ വരികയായി പുതുയുഗമതോ അകലുമറിയവനിയായി കരമതിൽ നിൻ വിരലിനാൽ പുളകമണിയും അഴകേ മൂലാമൊരു ഗാനം നിനക്കായി പതിയെ കണ്ണിൻ മഷി പോലെ തുണയായി അരികെ കാണും കനവെല്ലാം ഒരു നാൾ വിധിയേ മൗനങ്ങളിലെല്ലാം ചിരിയായി നിറയെ നീ മനസ്സിന്റെ മണിച്ചപ്പിൽ ഒളിപ്പിച്ച നിധി അനുപമ ലഹരിയിൽ അതുമൊരു ഹരം സുഖകര നിമിഷവും ഇതുമൊരു വരം പരയുവതിനി ഒരു നിരുപമ സുഖം മൂലാമൊരു ഗാനം നിനക്കായി പതിയെ കണ്ണിൻ മഷി പോലെ തുണയായി അരികെ എന്നെ നീ ചതിക്കില്ലല്ലോ. ഞാനെന്തിനാ നിന്നെ ചതിക്കുന്നേ? ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് പറ. എന്നെ നീ വേഗം കൂട്ടിക്കൊണ്ടു പോവല്ലേ? അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ. പിന്നെ എപ്പോഴാ? കുഞ്ഞുണ്ടായതിനു ശേഷം.
അതല്ല ഞാൻ പറഞ്ഞേ, ഒന്ന് സമാധാനിക്കേ. അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട്. നിങ്ങളുടെ അമ്മയുടെ അച്ഛനോടും പറയുമ്പോഴത്തേക്കും എന്റെ അമ്മയും അച്ഛനും മരിച്ചിട്ടുണ്ടാവും. ഇങ്ങോട്ട് നോക്ക്, കരയാതെ. നമ്മൾ രണ്ടുപേരും നാളെ പള്ളിയിൽ വെച്ച് വിവാഹം കഴിക്കും. ഇന്ന് രാത്രി തന്നെ നാട് വിട്ടു പോവും. സന്തോഷമായില്ലേ നിനക്ക്? നിന്നെ കോളേജിൽ പഠിക്കാൻ പറഞ്ഞു വിട്ടാ പ്രേമവും മണ്ണാങ്കട്ടയെന്ന് പറഞ്ഞ് നടക്കുക. ഏതോ ഒരുത്തെ കൊണ്ടുവന്ന് നിർത്തിയാ പിന്നെ സ്വന്തക്കാരുടെ മുഖത്തൊക്കെ നോക്കാൻ പറ്റുവാടാ. നാളെ നല്ലതായാലും ചീത്തയായാലും അതിന് ജാതി തന്നെയാടാ പ്രധാനം. പറഞ്ഞുറപ്പിച്ചതുപോലെ നിന്റെ അമ്മാവന്റെ മോളെ കെട്ടിയാ മതി നീ. അതല്ല നീ മറ്റവളെ കെട്ടൂന്ന് പറഞ്ഞാ പിന്നെ എന്റെ വിധം മാറും. അച്ഛനൊന്ന് ചുമ്മാ, എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. എന്ത് അഹങ്കാരിയാടാ നീ. നിന്റെ ഈ പഠിപ്പും നീ കഴിക്കുന്ന ഭക്ഷണവും എന്തിന്? നീ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് വരെ നിന്റെ അമ്മാവൻ തന്നല്ലേ നിനക്ക്? ഇതൊക്കെ നിനക്ക് വെറുതെ തന്നാന്ന് കരുതിയോ? അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിക്കുന്നതിനുള്ള സ്ത്രീധനവാ. കഴിഞ്ഞ മാസം കൂടി 1 ലക്ഷം രൂപയാ മേടിച്ചത്. ചോദിച്ചാൽ ഞാൻ എന്ത് പറയണമെന്നാ? നാണോ ആകുന്നില്ലേ? തിന്നാൻ മേടിക്കാൻ ഞാൻ പറഞ്ഞു, വേറെ വല്ല പണി നോക്ക്. നിന്നെ നീ ഇവിടുന്ന് പോയാലല്ലേ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നിന്റെ കല്യാണമാടാ. എന്നോടാണോ നിന്റെ കല്യാണം? നിങ്ങൾ എന്ത് പണി കാണിക്കുന്നത്? എനിക്ക് പുറത്തു പോകണമെന്ന്. ഇങ്ങോട്ട് നോക്കടി, നീ അവനെ ഒരുപാട് വിശ്വസിച്ചിരിക്കുക. എന്തായാലും അവൻ ഒരു ദിവസം നിന്നെ ചതിച്ചിട്ട് പോവും. മര്യാദക്ക് തുറക്കാനാ പറഞ്ഞേ. എന്താടാ? നമ്മുടെ മുതലാളിനോർത്തം വെട്ടിക്കൊന്നേട്ടാ. ഇനി ഒരുത്തൻ അങ്ങനോട് വിലസുണ്ടോ? പറയുന്നത് കേക്കടി, നിന്റെ അച്ഛനും അമ്മയും ഒരിക്കലും അതിനെ സമ്മതിക്കില്ല. ദയവേത് നീ അവനെ മറന്നേക്ക്. കഥക് തുറക്കാൻ. ഇത് തുറക്കാനാ പറഞ്ഞേ. ഒരുത്തൻ പോലും ജീവനോടെ പോകാൻ പാടില്ല. നിനക്കിപ്പോ ഒന്നും മനസ്സിലാവില്ല, പിന്നീടെല്ലാം അറിഞ്ഞോളൂ. എന്നോട് ക്ഷമിക്കില്ലേ? ക്ഷമിക്ക്. ലോകത്തിലെ തന്നെ നിർമ്മലമായ പ്രേമം റോമിയോ ജൂലിയറ്റിൻ്റെതാണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ അവളെ ജൂലിയറ്റായിട്ട് തന്നെയാ കരുതിയത്. ഞാൻ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച അമൂല്യ നിധി അത് കണ്ടോണ്ട് നിന്നൊരു മഹാപാപിയാ ഞാൻ. അച്ഛനെ അമ്മയും സ്വന്തക്കാരെയും ബന്ധുക്കാരെയും എല്ലാം ഉപേക്ഷിച്ച് എന്നെ മാത്രം വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്ന അവളെ എനിക്ക് നഷ്ടമായി. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവളെ കബളിപ്പിച്ചെന്ന് കരുതി അവൾ എന്നെ എന്നേക്കുമായി കബളിപ്പിച്ചിട്ട് പോയി. ഞാൻ അവളെ മനസ്സിൽ ചുമന്നുകൊണ്ട് ഇപ്പോഴും ജീവിച്ചോണ്ടിരിക്കുക. അവള് മരിച്ചപ്പോ തന്നെ ഞാൻ മരിക്കാൻ തീരുമാനിച്ചതാ. അന്ന് എന്നെ രക്ഷിച്ചു കളഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ അവളുടെ ഓർമ്മയില്ല ഞാൻ ജീവിക്കുന്നത് തന്നെ. എന്നും അവളെ കുറിച്ച് മാത്രമേ ഓർക്കാറുള്ളൂ. അവളുടെ പേരെന്താ സാർ?
പേര് തേൻമൊഴി. തേൻമൊഴി, തേൻമൊഴി, തേൻമൊഴി. ഇതിപ്പോ പട മേടിച്ച് പന്തളി തീർന്നിപ്പോ അവിടെ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. പ്രസിഡന്റിന്റെ കഥ കേട്ടതിന് ശേഷം മനസ്സിനൊരു വിഷമോ എന്തൊക്കെയോ ഒരു തോന്നലോ. തോന്നും തോന്നും. വാട്ടർ ബോട്ടിൽ എത്രയോ പേര് കുടിച്ച കുടുംബം തകരുമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടോ? നീ കേട്ടിട്ടുണ്ടോ? എന്തിനാ നീ എന്നെ ഇവിടെ കൊണ്ടുവന്ന്? നമ്മൾ ആവശ്യമില്ലാത്തൊരുത്തിന് മദ്യമായി കൊടുത്തിട്ട് അവന്റെ കഥ കേൾക്കുന്നതിന് പകരം ഇവിടെ ആവുമ്പോ ചെലവൊന്നുമില്ലാതെ എല്ലാവരുടെയും കഥ കേൾക്കാം. വായോ, ഇവിടെ ആരെങ്കിലും നോക്കിയിട്ട് സുഖാണെന്ന് ചോദിച്ചാൽ പിന്നെ ചോദിച്ചത് അബദ്ധം തോന്നിപ്പോകും. ആ രീതിയിലാ സംസാരം. എന്താ ഡോക്ടറെ, മൂഡ് മാറ്റാമെന്ന് വിചാരിച്ചേ ഇവിടെ കൊണ്ടുവന്നേ? മൂഡ് ഓഫിലാണല്ലോ ഇപ്പോഴും. അതല്ല ഗോപി, അമേരിക്കയിൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിട്ടും ഞാനൊരു അനാഥനെപ്പോലെ ഇവിടെ ചുറ്റിക്കിറങ്ങാം. ഡോക്ടർ മാത്രമല്ലല്ലോ, എന്നെയും കൂടെ കൂട്ടിയല്ലേ ചുറ്റാൻ വേണ്ടി. നിങ്ങൾ പറഞ്ഞത് ശരി കേട്ടു കേട്ടോ. ഇപ്പോഴൊന്നും ഛർദിക്കുന്നേ ഇല്ലെന്നേ. പക്ഷെ ഒരു ദിവസം ഒരു ക്വാർട്ടർ മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ. നിങ്ങളും കുടിച്ചിട്ട് കഴിച്ചാ മതി. പ്രോബ്ലം. നല്ല സാധനം മേടിച്ച് കഴിക്കണം കേട്ടോ. ശരി ശരി. ഡോക്ടറുടെ പേഷ്യന്റാ? ചേട്ടാ എത്രയായി? മതിയുടെ കയറ്റിയത് എന്തിനാ 40 രൂപ? ഓംലെറ്റിന്റെ കാശ് വേണം. ഓംലേറ്റോ? നീ ഓംലേറ്റ് കഴിച്ചായിരുന്നു? നിങ്ങളോ? ചേട്ടാ നിങ്ങൾ കഴിച്ചായിരുന്നോ? ഞാൻ വെള്ളം മാത്രമേ കഴിക്കുള്ളൂ. ചേട്ടാ 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 ചേട്ടൻ കഴിച്ചതിന്റെ ബില്ലാ ഞാൻ പറഞ്ഞത്. ചേട്ടാ ഈ പ്രായത്തിൽ ചേട്ടാ എന്തിനാണ് ചാടിക്കേറി നമ്മളെ പയ്യനല്ലേ ചെറിയ ഇങ്ങനെ അടിക്കാമോ? വീട് ചേട്ടാ. അടിച്ചിട്ട് പോ. അവര് കഴിച്ചതിന്റെ കാശ് കൊടുത്തിട്ട് ബാക്കി നീ വെച്ചു. നിക്കടാടെ ചവിട്ടി വീണുതിരിക്കും ഞാൻ. നീ ആരടാ ഞങ്ങൾക്ക് കാശ് കൊടുക്കാൻ? നീ അവന്റെ ചേട്ടനാണോ അതോ അവന്റെ അമ്മായിയുമായിട്ട്? എന്റെ കൊച്ചെ, അവിടെ ഇരിക്കുന്ന ആ 2 ഡപ്പ തന്നാ ഞാൻ വല്ല കടലയും പയറൊക്കെ ഇട്ട് വെക്കില്ലായിരുന്നോ? കിളവി മര്യാദക്ക് പൊയ്ക്കോ, ഇല്ലെങ്കിൽ ഞാൻ ചതച്ചു വിടും. അറിയാത്ത പുള്ളക്ക് ചൊറിയും പറഞ്ഞോളും. അല്ല പിന്നെ ആ ഡപ്പയൊക്കെ അവിടെ അങ്ങനെ പൊതിഞ്ഞെട്ടി വെച്ചോ. ഡോക്ടറാണത്രേ, ഡോക്ടർ. എന്റെ ഭാഗ്യം നീയെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. അതെന്താ ഞാനെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയുന്നത്? അതേടി, ആ ഡോക്ടർക്ക് പരിക്ക് പറ്റിയില്ലായിരുന്നോ? അയാളുടെ അടുത്ത് ചെന്നപ്പോ ഇന്ന് നോക്കില്ലെന്നാ പറഞ്ഞത്. അത് കാരണം നിന്നെ കാണാൻ വന്നതുകൊണ്ട് പറഞ്ഞതാ. അയ്യോ, എന്താ പറ്റിയേ? ഈ കയ്യാ മോളെ ചതഞ്ഞത്. ചേച്ചിക്കല്ല, ഡോക്ടറിന് എന്താ പറ്റിയെന്ന്. അതെനിക്കെങ്ങനെ അറിയാം? കയ്യിലൊരു കെട്ടുണ്ടായിരുന്നു. ആ, അയ്യോ കഷ്ടമായി പോയല്ലോ. പാവം ഡോക്ടർ.
അല്ല ഏത് കൈക്കാ പരിക്ക് പറ്റിയത്? ഈ കയ്യിലാ മോളെ. ചേച്ചിയോടല്ല, ഡോക്ടറിന് ഏത് കയ്യിലാ പരിക്ക് അത് പറ്റിയത്? ഏതോ ഒരു കയ്യിലടി. ഞാൻ ചോദിക്കുന്ന ഒന്ന്, നീ പറയുന്നത് വേറൊന്ന്. ശരി ശരി കാണിച്ചേ, നോക്കട്ടെ. നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടല്ലോ. നീ ആരെ കുറിച്ചാ പറയുന്നേ? ചേച്ചിനെ കുറിച്ച്. ഓ അങ്ങനെയാണല്ലേ. വാ തന്നെ. ശരിയായിക്കോളും, പൊയ്ക്കോ. എങ്ങനെയായി കൈ മുറിഞ്ഞത്? അത് ഞാൻ താഴെ വീണതാ. താഴെ വീണോ? എവിടെ? ഇവിടെ അടുത്ത്. അടുത്തെന്ന് പറഞ്ഞ? നീ മരുന്ന് വെക്കാൻ വേണ്ടി വന്നല്ലേ, അത് കഴിഞ്ഞിട്ട് പോകാൻ നോക്ക്. ഏത് മരുന്നാ പുരട്ടാൻ പോകുന്നേ? നിങ്ങൾ സൂചി എടുത്ത് കുത്തുമ്പോ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്തിനാന്ന്? എന്റെ മരുന്നൊന്നും ഡ്യൂപ്ലിക്കേറ്റ് അല്ല, അറിയാലോ. സോറി. വായൊന്ന് തുറന്നേ. താങ്ക്സ്. താങ്ക്സ് ഞാനല്ലേ പറയേണ്ടത്. ആര് പറഞ്ഞാലും ഒന്ന് തന്നെയാ. ഡോക്ടറെ, അയാള് നമ്മുടെ നാട്ടിലുള്ള കാട്ടിലൂടെ 1 മാസമായിട്ട് ഭ്രാന്തനെ പോലെ അറിഞ്ഞോണ്ടിരിക്കാം. ആണോ ഗോപി? അതെ ഡോക്ടറെ. ബ്രോ, ചേട്ടാ ഒന്ന് നിന്നേട്ടാ, ഒന്ന് നിക്കുന്നേ. എടോ നിക്കുന്നോ അതോ കല്ലെടുത്ത് അറിയണോ തന്നെ? ചേട്ടാ, ഞങ്ങൾ വിളിച്ചിട്ട് കേൾക്കാത്ത പോലെ പോവാണല്ലോ. ഇങ്ങനെ നോക്കിയാലൊന്നും ഞങ്ങൾ പേടിക്കൊന്നുമില്ല. താനേതാ? എന്താ തന്റെ പേര്? തലവെട്ടി മാധവൻ കേട്ടിട്ടുണ്ടോ? തലവെട്ടിയ മാധവനെ നാട്ടിലെല്ലാവർക്കും നന്നായി അറിയാം. താനാരാ? അറിയാതെ ചോദിച്ചു പോയതാ. വഴിയെ പോയവൻ എന്തിനടാ തടഞ്ഞു നിർത്തിയത്? ഡോക്ടറെ, അതെന്റെ പേര് കാളിന്ന. ഈ ഗ്രാമത്തിലൊരു ക്ലിനിക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇന്നലെ നടന്ന വഴക്കിനിടയിൽ എനിക്ക് അവിടുന്ന് കിട്ടിയതായത്. കയ്യിൽ പാർവതി എന്ന് പച്ച കുത്തിയിട്ടുണ്ടല്ലോ, അതാരുടെ പേരാണ്? എൻ്റെ അമ്മയുടെ പേരും പാർവതി എന്നാ. അമ്മ പക്ഷെ മരിച്ചുപോയി. ചേട്ടന്റെ പാർവതിക്ക് എന്താ പറ്റിയേ? ഈ തഴമ്പ് പാർവതി എനിക്ക് തന്ന അടയാളമാണ്. നെറ്റിയിൽ പതിഞ്ഞ അവളുടെ ഓർമ്മ. ഈ നെറ്റിയിലെ തഴമ്പും അവളുടെ ഓർമ്മകളുമായി ജീവിക്കുകയാണ് ഞാനെന്നും.
എന്തായി ചെയ്യുന്നേ? ഇതെന്തിനാ കത്തി? എടാ ആരാടാ നീ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? മോഷ്ടിക്കാൻ വന്നതാ. മോഷ്ടിക്കാൻ വന്നാണെന്നോ? അതെ. മര്യാദക്ക് പൊക്കോല്ലെങ്കിൽ കുത്തി കേട്ടി ഞാൻ. കുത്തുവന്നോ? ആരെ കുത്തുവന്ന? ചുമ്മാ അങ്ങ് പോവാൻ പറ്റുമോ? അയ്യോ പതുക്കെ സംസാരിക്കുക, ഒച്ച അവിടെ ഉണ്ടാക്കാതെ. ഇരിക്ക്. കുത്തി കേട്ട് ഞാൻ. ഇരിക്കെ. ഇരിക്കാനാ പറഞ്ഞ. ഇരിക്കാൻ കുത്തി കേട്ട് ഞാൻ. ഇരിക്കെ. ആ മിണ്ടരുത്. എടേ ആ വാച്ചിങ് എടുക്കടി. എന്തുവാടി നോക്കുന്നേ? എടുക്കാൻ. എടുക്കടി. കുത്ത് ഞാൻ. കുത്തി കീറി ഞാൻ. എടി, ആരാ? നീ ചുമരിയെ കുത്ത്. കൈ കള്ള പരിശേ, എന്നെ നിർത്തിക്കൊണ്ട് നീ മോഷ്ടിക്കൂലേ? പൈസ ആടാ. ചുമരിക്ക്. ഞാൻ ഒച്ച വെക്കും. ഒച്ച വെക്കടാ, ഒച്ച വെക്ക്. ആൾക്കാര് വന്നാലേ നീയാ കുടുങ്ങാൻ പോണേ. ഒച്ച വെക്ക്. പറയുന്ന കേക്കടി. പെണ്ണാണെന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടല്ലോ കൊന്ന് തള്ളു ഞാൻ. നിന്റെ ഈ ഭീഷണിയൊക്കെ വേറെ ആരുടെങ്കിലും എടുത്ത് കാണിക്കേ. മര്യാദക്ക് കട്ടതെല്ലാം തിരിച്ചു തരുന്നത് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ. നീ എന്താ പേടിപ്പിക്കാ? നീ നമുക്ക് നോക്കാടി. പേടിപ്പിക്കുന്ന നീ ഒരു പെണ്ണിന്റെ അടുത്താണോ നിന്റെ അഭ്യാസം കാണിക്കുന്നത്? നീ ഒരാണാണോ? പെണ്ണാ? നീയാ? കാട്ടിനുള്ളില് ഇന്നലെ എന്താണ് നീ ജോലിക്ക് വരാതിരുന്നേ? സാറേ, സാറിനോട് ഞാൻ പറഞ്ഞിട്ടല്ലേ നാട്ടിലേക്ക് പോയത്. അതെങ്ങനെയാടാ? നീ കാവൽ നിൽക്കാത്ത ദിവസം നോക്കി തന്നെ കള്ളനി വീട്ടിലേക്ക് വന്നത്? നീ അറിയാതെ അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലടാ. അങ്ങയുടെ ഉപ്പ് ചോറ് നിന്നവനാണ് ഞാൻ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യോ സാറേ? ഞാൻ അങ്ങയ്ക്കെതിരായിട്ട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ക്ഷമിക്കണം സാറേ, എന്നോട് ക്ഷമിക്കണം. എടുത്തോണ്ട് പോടാ. മുതലാളി, അങ്ങൊന്നുകൊണ്ട് വിഷമിക്കണ്ട. നമ്മളെ അറിയാവുന്ന ആരും ഈ പണി ചെയ്യാൻ വഴിയില്ല. ചിലപ്പോ പുറത്തുനിന്നുള്ള ആരെങ്കിലും ആയിരിക്കും. അവൻ ആരാണെങ്കിലും അവന്റെ തല വെട്ടി ഞാൻ മുതലാളുടെ കാൽക്കൽ കൊണ്ടുവയ്ക്കും. ഇവിടെ പാടേ. നീ ആരെങ്കിലും കണ്ടോടി? എന്താടി? വീട്ടിനകത്ത് കയറി മുഴുവൻ സാധനങ്ങൾ കട്ടുകൊണ്ട് പോയിട്ടും നിനക്കൊന്നും അറിയില്ലെന്നോ? നിന്റെ കണ്ണ് ഞാൻ കുത്തി പഠിക്കും. എന്തുറക്കോടെ കിടന്നുറങ്ങുന്നേ? ഇങ്ങനെ വീട്ടിൽ നടക്കുന്നതൊന്നും അറിയാതിരുന്നു കഴിഞ്ഞാല് രാത്രി ഒരുത്തം വന്ന് എന്നെ കുത്തി കൊന്നിട്ട് പോയാലും അത് നീ അറിയില്ലല്ലോടി, അല്ലേ? എന്താ നിന്നെയൊക്കെ പുറം തിരിച്ചെടുത്ത് ചാട്ടവാറിന് അടിക്കാൻ വേണ്ടത്? കൂടി പോയി കഴിക്കാനെടുത്ത് നോക്കിടി. വേറെ ആരാടാ ഇത് ചെയ്തത്? അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി. അവനെ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടും. എന്റെ വീട്ടിൽ പകൽ വരാൻ പോലും ആൾക്കാർ പേടിക്കുന്നതാ. എന്നിട്ടൊരുത്തൻ രാത്രി കയറിയിരിക്കുന്നു. അവന് ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. 2 ദിവസത്തിനുള്ളിൽ അവന്റെ ശവം എന്റെ കാൽച്ചൂട്ടിലുണ്ടാവണം. പറഞ്ഞ മനസ്സിലായോ? പോയി പിടിച്ചോണ്ട് പോടാ അവനെ. ശരി മുതലാളി. എടീ പെണ്ണേ, എന്താ അന്വേഷിക്കുന്നത്? നീ അന്വേഷിച്ചോണ്ടിരിക്കുന്നത് നിന്റെ താലിയല്ലേ? ഇത് വേണോ നിനക്ക്? എന്തു പറ്റി?
കവളിൽ എന്താ പാട്? എന്റെ താലിതാ, എനിക്ക് വേഗം പോണം. എന്താന്ന് ചോദിച്ചു കേട്ടില്ലേ? ചെയ്തു വെച്ച കള്ളത്തരത്തിന് ചുമ്മാതിരിക്കുക അയാള്. എന്റെ താലി ഇങ്ങതാ, എനിക്ക് പോണം. അയാൾക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ അയാള് കെട്ടിയ താലി എന്തിനാ? അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ എന്തിനാ പറയുന്നേ? എന്റെ താലി തരാനാ പറഞ്ഞേ. ആ കിളവനെ എന്തിനാ കൊല്ലാൻ പോയെന്ന് പറ, എന്നിട്ട് താലി ഞാൻ തരാം. അയ്യോ, എന്റെ അവസ്ഥ മനസ്സിലാക്കാതെ ഇങ്ങനെ പറയല്ലേ. എന്റെ താലി തരാനാ പറഞ്ഞേ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, എന്തിനാ അയാളെ കൊല്ലാൻ പോയത്? എന്താ കാരണവരെ, സുഖം തന്നെയല്ലേ? അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു സാറേ. അടുത്ത വിളവെടുക്കുമ്പോ അങ്ങയുടെ കടം തീർത്തു. അല്ലടാ ദാസേ, മുതലും പലിശയും ചേർത്ത് കാരണവർ നമുക്ക് എത്ര രൂപ തരാനുണ്ട്? 1,40,000 രൂപ. എന്താ ഈ പറയുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? 1,40,40,000 രൂപ അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ മുതലും പലിശയും ചേർത്ത് എനിക്ക് കിട്ടിയിരിക്കണം, കേട്ടോ? ആ ആയിക്കോട്ടെ. കിളവന്റെ നിപ്പ് കണ്ടില്ലേ? എടാ ദാസേ, നീ പറയടാ, എനിക്ക് നാണാവുന്നു. എടോ കാരണവരെ, നിങ്ങൾ മുതലാളിക്ക് കൊടുക്കാനുള്ള ഇത്രയും കാശ് തന്റെ കൊച്ചുമോൾക്ക് സ്ത്രീധനം കൊടുത്താണെന്ന് കരുതിക്കോ. മുതലാളിക്ക് തന്റെ കൊച്ചുമോളെ വലിയ ഇഷ്ടം. തനിക്ക് സമ്മതാണെങ്കിൽ പറയേ, നാളെ തന്നെ കല്യാണം നടത്തിയേക്കാം. അവള് കൊച്ചു പെണ്ണല്ലേ മുതലാളി, എങ്ങനെയെങ്കിലും ഞാൻ കടം തീർത്തോളാം. ആഹാ, എടോ കാരണവരെ, ഇവിടെ ഉള്ളത് മുഴുവൻ വിറ്റ് പറക്കിയാലും പലിശ പോലും ആവാൻ പോകുന്നില്ല. പേരക്കുട്ടിയെ പറഞ്ഞു വിടറോ പാടുകഴവാ. എടാ ദാസേ, എടുത്തോണ്ട് വാടാ. ഇതോ കാരണവരെ, മുതലാളി തന്റെ കൊച്ചുമോളെ വെപ്പാട്ടിയാക്കാന്നല്ല പറഞ്ഞത്, കല്യാണം കഴിച്ചോളന്നല്ലോ പറഞ്ഞത്. അവളെങ്കിൽ പിടിച്ചോണ്ട് വാടാ. സാറേ ഇനിയെങ്കിലും എന്റെ താലി തന്നൂടെ നിങ്ങക്ക്? ഞാനല്ലേ എടുത്തേ, അപ്പൊ ഞാൻ തന്നെ ഇട്ടു തരാം. എടി പെണ്ണേ, എന്താ? നിന്റെ പേരെന്താ? എന്റെ ഭർത്താവിനോട് നിങ്ങൾ ചോദിച്ചാ മതി. കരിമ്പേ എന്റെ മനസ്സിൻ പൊൻതിടമ്പേ, അരികിൽ വരുമോ ഉള്ളം കുളിരും പൊൻകനവേ, വരവായിതാ പുതുരാവിലായി നിറമേകുമീ നിമിഷങ്ങളിൽ മിഴിയോരമായി നാണവും കണ്ടു ഞാൻ. എന്റെ മനസ്സിൻ പൊൻചിലമ്പേ, വരുമോ ഉള്ളം കുളിരും പൊൻകനവേ. അമ്പിളിവാനിലുദിച്ചതോ അതിൽ നിന്റെ പൂമുഖമായി, കണ്ണുകളിൽ ചിരി തൂകി നീ വരുമെന്നുമെൻ കനവിൽ, നെഞ്ചിനുള്ളിൽ നിന്റെ ഓർമ്മയിൽ മനമാകെ പൂത്തുലയേ, വെള്ളിമുകിൽ തെളിവാനമോ മറുവാക്കു ചൊല്ലിയേതോ, നിന്റെ കവിളോരത്തായി കാറ്റിൻ കിന്നാരങ്ങൾ, പാലൊളി നിറമാർന്ന പൂക്കണിയാ. ഇനി നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല.
നീ എനിക്ക് വേണ്ടി ജനിച്ചവളാ, എനിക്ക് വേണ്ടി മാത്രം. എന്റെ കല്യാണം കഴിഞ്ഞത് ആരാ? ആ കിളവനോ? ഈ ആകാശത്തിന്റെ കീഴിൽ എല്ലാം തരണം ചെയ്ത് 2 ജീവനുകൾ ഒന്നാകുന്നതാണ് കല്യാണം. അങ്ങനെ ഒന്നായതാണ് ഈ 2 ജീവൻ. അത് നിനക്ക് മനസ്സിലായില്ല? കരിമ്പേ കരിമ്പേ എന്റെ മനസ്സിൻ പൊന്തിടമ്പേ, അരികിൽ വരുമോ ഉള്ളം കുളിരും പൊൻകനവേ. ചന്തമെഴും നിന്റെ മേനിയിൽ പുതുചേലയായി പടരാ, കള്ളത്തരം കാട്ടും നിന്റെ കൈവിരലെന്നും ഈ ദിനമോ, ചന്ദനത്തിൻ നറുഗന്ധമായി നിന്റെ കൂന്തലേകിയതോ, ഉന്മദനായി വരും കൂടെയായി ഇനി എന്നും എന്നരികെ, വന്നിച്ചൊടിമേലെ ഞാൻ ചുണ്ടാൽ തഴുകിടട്ടെ, നമ്മളൊന്നു ചേർന്നലിയേ. കരിമ്പേ കരിമ്പേ എന്റെ മനസ്സിൻ പൊന്തിടമ്പേ, അരികിൽ വരുമോ ഉള്ളം കുളിരും പൊൻകനവേ. വരവായിതാ പുതുരാവിലായി നിറമേകുമീ നിമിഷങ്ങളിൽ, മിഴിയോരമായി നാണവും കണ്ടു ഞാൻ. എന്റെ മനസ്സിൻ പൊൻചിലമ്പേ, അരികിൽ വരുമോ ഉള്ളം കുളിരും പൊൻകനവേ. പാർവതി, എന്താ? എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. എന്തെങ്കിലും ചോദിക്കേ. എന്താ ഞാൻ ചോദിക്കണ്ടേ? ഇഷ്ടമുള്ളത്. ഇഷ്ടമുള്ളതെന്ന് വെച്ചാ? ഈ ലോകത്ത് ഇഷ്ടമുള്ളത് എന്തും. എനിക്ക് വേറൊന്നും ചോദിക്കാനില്ല. എനിക്ക് നിന്നെ പോലെ ഒരു കള്ളക്കുട്ടനെ കിട്ടിയാൽ മാത്രം മതി. അതല്ലാതെ ഈ ലോകത്തിൽ വേറൊന്നും നിന്നോട് എനിക്ക് ചോദിക്കാനില്ല. പക്ഷെ ഒന്നുണ്ട്, അവനൊരിക്കലും നിന്നെ പോലെ ഒരു കള്ളനാക്കി വളർത്തില്ല. എപ്പോഴാ നീ എന്നെ കൊണ്ടുപോകുന്നേ? നാളെ തന്നെ നമ്മൾ ഇവിടുന്ന് ഓടിപ്പോകുമടി. നാളെയോ? നീ എന്താ ചെയ്തേ? വേണ്ട, അവളെ ഒന്നും ചെയ്യരുത്. അയ്യോ, ഒന്നും ചെയ്യല്ലേ. വീട് വേണ്ട, വിട്ടേക്ക്. അയ്യോ, ഒന്നും ചെയ്യല്ലേ. എന്നെ വീട്. വീട്. എടി നാശം പിടിച്ചോളെ, ഇതുപോലുള്ളവന്മാരെ മതിയല്ലേ നിനക്ക്? അല്ലേ? രണ്ടുപേരും ഒരുമിച്ച് ഇവിടുന്ന് പോവാന്ന് കരുതി അല്ലേ? ഒരുമിച്ച് തന്നെ ഇവിടെ അവിടെ. എന്താടാ, ജീവനുണ്ടോ അവന്? പാതി ജീവൻ ബാക്കി വെച്ചിട്ടുണ്ട് മുതലാളി, നിങ്ങൾക്ക് വേണ്ടി. എന്തിനാടാ പാതി ജീവൻ? രണ്ടുപേരും വെട്ടി കഷ്ണങ്ങളൊക്കെ കാട്ടിലേക്ക് വലിച്ചിടാ, വെട്ടിക്കൊല്ലടാ.
ഇവിടെ വെച്ചാണ് പാർവതി എനിക്ക് വേണ്ടി രക്തം ചിന്തിയത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് അറിയാമോ? ഈ കാട്ടിലെ കാറ്റിൽ എൻ്റെ പാർവതിയുടെ ശ്വാസം കലർന്നിട്ടുണ്ട്. ഇവിടെ അലയടിക്കുന്ന ഓരോ ശബ്ദവും അവളുടെ ശ്വാസത്തിൽ നിന്നുണ്ടായതാണ്. അത് കേൾക്കാനാണ് ഞാനിവിടെ വന്നത്. എല്ലാം വെറുതെ പാഴായി പോയല്ലോ. ഡോക്ടർ പറയുന്ന പോലെ ഡോക്ടർ അമ്മയെക്കുറിച്ച് ഇവിടെ ആർക്കും ഒരു അറിവില്ല. ഡോക്ടർ ആണെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ വന്ന എല്ലാ പേഷ്യൻസിനെയും ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്തു. ഒന്നും തന്നെ സെറ്റായില്ല. ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഇനി അവരെയൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഡോക്ടറെ? ഇപ്പൊ ഫാദർ അവിടെ ഉണ്ടാവും. ചർച്ചിൽ തന്നെ ഉണ്ടാവും. ആഹാ, ഇത് കേട്ടിട്ട് നല്ല സന്തോഷമുള്ള കാര്യമാണല്ലോ ഡോക്ടറെ. ബോധം കെട്ട് വീണാലും BP ആണെന്നുള്ള കാര്യം അറിയാതെ മാടനടിച്ച് ബോധം പോയി എന്ന് പറയുന്ന ആൾക്കാരെ ഇവരൊക്കെ. അതെ ഫാദർ, അതുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ട് എല്ലാവരുടെയും ഹെൽത്ത് ചെക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നു. പക്ഷെ അവര് വരുമെന്ന് എനിക്കറിയില്ല. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ വരും. വളരെ നല്ല കാര്യം നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പൊക്കോ. അത്രയും പേരെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. വളരെ നന്ദിയുണ്ട് അച്ചോ. വരട്ടെ ഫാദർ. കാണാം കാണാം. എടാ ഗോപി, എനിക്ക് എക്സ്ട്രാ 2 നേഴ്സ് വേണം. അതിനെ കുറിച്ചൊന്നും ഡോക്ടർ പേടിക്കണ്ട. ടൗണിലെ ഹോസ്പിറ്റലിൽ നിന്ന് 4 നേഴ്സുമാരെ നമുക്ക് പൊക്കാന്നേ. എല്ലാ ചെലവ് നോക്കിക്കൊള്ളേ. നീ വണ്ടി പക്ഷെ വയസ്സ് 40 മേലെയാ. വന്നോട്ടെ. ഞങ്ങളുടെ മെഡിക്കൽ ക്യാമ്പിലേക്ക് വന്ന് എല്ലാവരും ഫ്രീ ആയിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് വളരെ സൗജന്യമായിട്ട് സാരിയും മുട്ടും വാങ്ങിക്കൊണ്ട് പോയിക്കോളൂ. എടാ ഗോവിന്ദ, നിനക്ക് ഷുഗർ ഉള്ളതല്ലേ? നീ നാളെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കോ. വന്നട്ടെ. വാടാ നിർത്തടാ. പോയി സാധനങ്ങളൊക്കെ. ഐ എം ഡോക്ടർ ഗോപി. എല്ലാം നല്ല കളറുള്ള പീസുകളാണല്ലോ. ഡോക്ടർ കാണാതിരുന്നോ? ഓ, ഇവരെന്നെയും കൊണ്ടേ പോവും. ചേച്ചി എന്നാ പിടിച്ചോ. ഇതെന്താ ചേച്ചി, അയാള് വന്നില്ല, അതിനു മുമ്പ് വലിയ ആളായേക്കുവാ. അയാളെന്നൊക്കെ പറഞ്ഞാൽ നല്ല വീക്ക് വെച്ചരും പറഞ്ഞേക്കാം. ഓ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ? ശരി നടക്കട്ടെ. നീ പോകുന്നുണ്ടോ? അല്ലോ അതിന് ഇങ്ങേർക്ക് എന്താ കുഴപ്പം? എന്തൊക്കെയുണ്ട് കാർത്തു വിശേഷം? അച്ഛനോ നമസ്കാരം. കേക്കച്ചോ, ഇന്നലെ രാത്രി മുഴുവനും ശ്വാസം മുട്ടിലായിരുന്നു. ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞ അങ്ങനെ പോകത്തില്ല. തർക്കുത്തരം പറഞ്ഞോണ്ടിരിക്കുക. അവനെ വിളിച്ചേ. അച്ചോ, എന്താണ് നിനക്ക് അങ്ങോട്ട് വന്ന? അല്ല അച്ചോ, നന്നായിരിക്കുന്ന ഈ ശരീരം വെറുതെ ചുമ്മാരിടാ. ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കാതെ വാടാ പോവാം. ശരി അച്ചോ, എന്നാ വാടാ. എന്താ പേര്? നിവിൻ പോളി. എന്ത് നിവിൻ പോളി എന്നോ? സൈൻ ചെയ്യേ. ഒപ്പിടാൻ അറിയില്ല. പതുക്കെ
അടുത്ത ആള് വാ. നിങ്ങളുടെ പേരെന്താ? വിജയ് സേതുപതി. വിജയ് സേതുപതിയോ? അതെ. സൈൻ ചെയ്തിട്ട് പോ. ചൈന തലയാ. പൊക്കോ. അമ്മമ്മേ എന്താ? എവിടെ പോയി? ഇങ്ങോട്ട് വന്നേ. അമ്മമ്മയുടെ പേരെന്താ? രഹസ്യ അയ്യോ, രഹസ്യം. വയസ്സത്രേ? 85. 85. കൈക്ക് എന്ത് പറ്റിയതാ? അയ്യോ, വൃത്തികെട്ടവനെ. പെണ്ണിന്റെ കയ്യൊക്കെ പിടിക്കാം. എന്റെ കെട്ടിയോൻ പണി ചോദിക്കാൻ എന്റെ കയ്യെ പിടിക്കിട്ടില്ല. അവന്റെ മോന്തണ്ടല്ലോ വണ്ടിരിച്ചോട്ടത് മോന്ത. എന്തുട്ടാ ഒരു കിളവിനെ പോലും വെറുതെ വിടില്ലല്ലേ? അങ്ങനെയൊന്നും ഇല്ലടാ. അതെ മക്കളെ, 2 മണിക്കൂറായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ അല്ലേ? നിങ്ങളെ ഞാൻ എന്തേലും ചെയ്തോ? ഡോക്ടർ വരുന്നുണ്ട്, നമുക്ക് ജോലി നോക്കാം. ഫാദർ ഫാദർ ഫാദർ, നീ എന്തോ നാടി ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാനിവിടെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കാം. വിട് ഫാദർ. അകത്തേക്ക് വാ. ഫാദർ, വീട്ടിൽ അടുപ്പിൽ ഞാൻ സാമ്പാർ വെച്ചേക്കാം. അതൊന്ന് ഇറക്കി വെച്ചിട്ട് വന്നേക്കാം. അത് കുഴപ്പമില്ല, സാമ്പാറൊക്കെ അവിടെ ഇരുന്നോളൂ. വാ 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 വാ. അത് പരുവല്ലേ? വിട്ട്. നമസ്കാരം അച്ഛോ. നമസ്കാരം. അല്ല അച്ഛനോ? ഡോക്ടറെ, ആദ്യം ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തേ. ഓ ആയി. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പണി തരും. കാണിക്കേ. ഇവിടെ കുത്തണ്ട മോളെ, വേദനിക്കും. ദോ ഇവിടെ കുത്തുന്നേ. ഇവനൊക്കെ എരുമേനെ കുത്തിവെക്കുന്ന സെറിഞ്ച് തന്നെ വേണം. കുത്താമോ ചേട്ടാ? കുത്തുന്നു മോളെ. കൊണ്ടുപോയിക്കോ, പോയി വിറ്റ് കാശുണ്ടാക്ക. നീയോ? നിനക്ക് ഈ കളറെ മാച്ച് ആവുള്ളൂ. ഇതാരും നിന്റെ അച്ഛനാ? ഭർത്താവാണ്. മുണ്ട് തീർന്നു. ഈ സാരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടാ. പൊക്കോ പോടേ. പൃഥ്വിരാജ എന്നാ വിചാരം. എന്നാടാ നീ പോയി കൊടുത്തോ. പോടാ. ബൈ. ഭയങ്കര വിഷമമുണ്ട്. ഫേസ്ബുക്കിൽ പറഞ്ഞേ, വാട്സാപ്പിൽ പറഞ്ഞേ. ഇവിടെ ആരും ഇല്ലാത്തപ്പോ ഞാൻ ഫോൺ ചെയ്യാം. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേ. ഏഴുമല പൂഞ്ചോല. ഡാക്ടറെ, ഇതിൽ ടെസ്റ്റ് ചെയ്ത് എങ്ങനെ സാറിന്റെ സ്വന്തക്കാരെ കണ്ടുപിടിക്കുക? നമ്മുടെ ശരീരത്തിലുള്ള ഓരോ സെല്ലിലും DNA എന്ന് പറയുന്ന ഒന്നുണ്ട്. അതാണ് നമ്മുടെ ജനറ്റിക് കോഡ്. നമ്മുടെ അച്ഛൻ, അമ്മ, അവരുടെ അച്ഛൻ, അവരുടെ അമ്മ, ഇതുപോലെ ജനറേഷൻ മാറി മാറി ആ DNA ട്രാൻസ്ഫറായി വരും. അതുകൊണ്ടൊക്കെ തന്നെയാണ് നോട്ടത്തിലും പെരുമാറ്റത്തിലും നമ്മുടെ അച്ഛനമ്മമാരുമായി ഒരു സാമ്യം ഉണ്ടാവും. ഇങ്ങനെ പല ജനറേഷനുമായി തുടർന്നു വരുന്ന DNA ഏതെങ്കിലും ഒരു നേരത്ത് ചിലർക്കെങ്കിലും യൂണിക്കായി മാച്ചാകും. ആ DNA ടെസ്റ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പേരൻസ് ആരാണെന്നും അതിനുള്ള തെളിവുകൾ നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ഈ നാട്ടിലുള്ള എല്ലാവരുടെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ആരാ അവിടെ നിക്കുന്ന കുഞ്ഞേ? ഡോക്ടർ കുഞ്ഞാ? അതെ മുത്തശ്ശി. എന്താ? അന്ന് ഞാൻ ചെക്ക് ചെയ്തില്ലേ, ആ അതിനെ മരുന്ന് കൊണ്ട് വന്നാ. വാ കുഞ്ഞെ, അകത്തോട്ട് വാ. തലയിടിക്കാതെ അകത്തേക്ക് വരണം മോനെ. അവിടെ ഇരിക്കെ. സാരി കൊണ്ട് തന്നതിന് നന്ദിയുണ്ട് കുഞ്ഞെ. ആദ്യമായിട്ട് വീട്ടിൽ വരികയല്ലേ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട, കുടിക്കാൻ ഇച്ചിരി വെള്ളം മതി. തരാ. മുത്തശ്ശി, ഫോട്ടോയിലുള്ള ആരാണ്? അവൾ എന്റെ മോളാണ്. മരിച്ചുപോയി കുഞ്ഞെ. ഇവരുടെ പേരെന്താ മുത്തശ്ശി? പൂമയിലെന്നാ. അവള് കല്യാണം ഒന്നും കഴിക്കാതെ എന്നെ അനാഥയാക്കിയിട്ട് ഒരു തീ പിടുത്തത്തിൽ മരിച്ചുപോയി. ഇതെവിടെ വെച്ചാ എടുത്തേ? ഇത് പള്ളി വെച്ചെടുത്തതാ. അവിടെ പോയി ജോലിയൊക്കെ ചെയ്യുമായിരുന്നു. ഇതാരാ മുത്തശ്ശി? അത് നമ്മുടെ വികാരി അച്ഛനാ. ഇത് നിന്റെ ജീവനും ശരീരവുമാകുന്നു. ഇത് ലോകത്തിന്റെ പാപം കഴുകിക്കളയാനുള്ളതാണ്. ഈ ശരീരം കൊണ്ട് ലോകത്തിന്റെ പാപം കഴുകിക്കളയുവാൻ കർത്താവ് അവതരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ ചേർക്കപ്പെടേണ്ടതാണ്.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അച്ഛനുണ്ടോ അവിടെ? അച്ഛൻ കുർബാനിലാണല്ലോ, അത് കഴിഞ്ഞ് കാണാം. ശരി ശരി. ആ ഡോക്ടറോ? ആ വരൂ ഡോക്ടർ. അച്ഛനോ? എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. ആ വരൂ, ഇരിക്കും. നന്ദിയുണ്ട് അച്ഛാ. എന്തിന്? മെഡിക്കൽ ക്യാമ്പില് എല്ലാരും നന്നായിട്ട് സഹകരിച്ചു. അച്ഛനോടൊന്ന് നേരിട്ട് കണ്ട് പറഞ്ഞിട്ട് പോകാന്ന് കരുതി. ഇതിനൊക്കെ എന്താ ഇത്ര നന്ദി പറയാൻ? നിങ്ങളെ പോലുള്ളവരെയൊക്കെ കിട്ടാനാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന ചെറിയൊരു കാര്യം ചെയ്യ്. എല്ലാരെയും ഞാൻ ചെക്ക് ചെയ്തു. അച്ഛന്റെ ടെസ്റ്റ് ഇതുവരെ ഒന്നും നോക്കിയില്ല. അത് കലക്കി കൊള്ളാലോ. അമ്മേ, എന്റെ അമ്മയുടെ പേര് പാർവതി എന്നല്ലമ്മേ, പൂമയിൽ. എന്റെ അമ്മൂമ്മ സ്വന്തം മകള് തീപിടുത്തത്തിൽ മരിച്ചു എന്നാണ് വിചാരിച്ചിരിക്കുന്ന അമ്മ. അതിനു മാത്രം എന്താ സംഭവിച്ചത്? എന്തിനാ നിന്റെ അമ്മ പേര് മാറ്റിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയത്? മരിച്ചെന്നും പറഞ്ഞ നാട്ടുകാരെയൊക്കെ എന്തിനാ വിശ്വസിപ്പിച്ചത്? ഇതിനെല്ലാം കാരണം എന്റെ അച്ഛനാണെന്ന് ഞാൻ വിചാരിക്കുന്ന അമ്മ. അത് ആരാണെന്ന് നിനക്കറിയാവോ? ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇത് നിന്റെ ജീവനും ശരീരവുമാകുന്നു. ഇത് ലോകത്തിന്റെ പാപം കഴുകിക്കളയാനുള്ളതാണ്. ഈ ശരീരം കൊണ്ട് ലോകത്തിന്റെ പാപം കഴുകിക്കളയുവാൻ കർത്താവ് അവതരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ ചേർക്കപ്പെടേണ്ടതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇന്ന് ഞാനൊരു പരിശുദ്ധയായ ആത്മാവിനെ ദർശിച്ചു. അവന്റെ പേര് കാളി. ഈ നാട്ടിലെ ജനങ്ങളെ സഹായിക്കുവാനായി കർത്താവ് അവനെ ഇവിടേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ജനങ്ങൾക്ക് വേണ്ടി വേല ചെയ്യാൻ പോകുന്നൊരു ഫാദറാകാൻ പോകുന്നു. ഞാൻ കനവുകട ഗ്രാമത്തിൽ വന്ന ആദ്യ ദിവസം വാനമിരുണ്ടു ഇടിവെട്ടി പെയ്ത പേമാരി എന്നെ സ്വാഗതം ചെയ്തു. ഈ ഗ്രാമത്തിലാണ് ഞാൻ ദൈവത്തിന് വേണ്ടിയുള്ള ആദ്യ സേവനം ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ചു. സന്തോഷത്തിൽ ഞാൻ മതിമറന്നു. ഞാൻ കനവുകട ഗ്രാമത്തിൽ വന്ന ആദ്യ ദിവസം വാനമിരുണ്ടു ഇടിവെട്ടി പെയ്ത പേമാരി എന്നെ സ്വാഗതം ചെയ്തു. ഈ ഗ്രാമത്തിലാണ് ഞാൻ ദൈവത്തിന് വേണ്ടിയുള്ള ആദ്യ സേവനം ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ചു. സന്തോഷത്തിൽ ഞാൻ മതിമറന്നു. ഒരുപാടുണ്ടല്ലോ. പറ്റില്ല, റോഡ് കാണുന്നില്ല. ചേട്ടാ കുറച്ച് വേഗം വാ. ഏത് ഭാഗത്തോടെ പോണെന്നറിയില്ല, എല്ലാ ഭാഗത്തും വെള്ളമാണല്ലോ. കരയണ്ട. ജാതിയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്ന ഈ ഗ്രാമത്തിൽ ഉയർന്ന ജാതിക്ക് ഒരു നിയമം, താഴ്ന്ന ജാതിക്ക് മറ്റൊരു നിയമം. അത് ഞാൻ മനസ്സിലാക്കി. കുറച്ച് വേഗം പോകും. ഇനി കുറച്ച് ദൂരമുള്ളൂ, പെട്ടെന്ന് എത്തും. ആരുടെ പാതിരാത്രിക്ക് ഈ വഴി? നിങ്ങൾക്ക് ആരാണെന്നാ ചോദിച്ചത്? ചോദിച്ചു കേട്ടില്ലേ ആരാന്ന്? ചേട്ടാ, ഇവരൊക്കെ അപ്പുറത്തെ തെരുവിൽ ആൾക്കാരാ വലിഞ്ഞു കയറിയിരിക്കുക. അയ്യോ, ഒന്ന് വഴി മാറണേ. എന്റെ കെട്ടിയോൾക്ക് പ്രസവവേദനയാ. അവളെയും കൊണ്ട് ഞങ്ങൾ വൈദ്യശാല പോവുക. കഴിവേറി, ഈ ഭാഗത്തേക്കൊന്നും വരാൻ പാടില്ലെന്ന് അറിയില്ല നിനക്ക്? അയ്യോ ദൈവം, എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. ഒന്നുമില്ല, പേടിക്കണ്ട പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞാൻ കാല് പിടിക്കാം. പ്രസവ വേദന കൊണ്ട് പൊളയും അവള്. ചത്തുപോയ 2 ജീവനാ പോകുന്ന അങ്ങുന്നേ, ഒന്ന് മാറങ്ങുന്നേ. നീ തന്നെ അനാവശ്യ ജന്മ.
ഇനി നിനക്കും കൂടിയും കുട്ടികളുണ്ടായിട്ട് എന്തുണ്ടാക്കാനാ? കൂട്ടിട്ട് പോടാ. അങ്ങനെ പോകുന്ന വഴിക്ക് ചിറ പൊട്ടി അവിടെ വെള്ളം പൊങ്ങിയിരിക്കാം. ഞാൻ കാല് പിടിക്കാം, ഞങ്ങളെ ഒന്ന് പോകാൻ അനുവദിക്കും. മനസ്സ് വെച്ച് അയ്യോ വേണ്ട. എന്താണ് കാണിച്ചത്? വേണ്ട. ഞാൻ കാറിലാ വന്നേ, നിങ്ങൾ ആ വണ്ടി എപ്പിക്കുള്ളൂ. ശരി, വാ പോ. കരയണ്ട. നിക്ക് നിക്ക്, ഇരിക്ക്, പതുക്കെ. മുതലാളി, ഇന്നലെ രാത്രി വന്ന ഒരുത്തൻ നമ്മുടെ ദാസനെയും കൂട്ടുകാരെയും അടിച്ചു മുതലാളി. ജോൺ, നീ പറയുന്ന പോലെ അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമല്ല ഇത്. ഞങ്ങൾ ഉയർന്നവരാണ്, അവര് താഴ്ന്നവരാണ്. ആ ചിന്ത അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുക. നമ്മൾ പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തോന്നിവാസം കാണിക്കുമ്പോ ഞാൻ നോക്കിക്കണോ അച്ഛാ? നീ ദൈവത്തിന് സേവ ചെയ്യാനാ വന്നിരിക്കുന്നത്, നീ ദൈവമല്ല. അതാരാടാ നമ്മുടെ ആൾക്കാരെ തൊഴിലിക്കാൻ മാത്രം ഒരു കാര്യമില്ല. ഇവനാ മുതലാളി. ഓഹോ, ഇവനാണോ നീ പറഞ്ഞ പള്ളിയിലച്ഛൻ? ആഹാ, എല്ലാരും ഉണ്ടല്ലോ. സുന്ദരല്ലേ? എന്താ പാദ്രേ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ഞാനും അറിഞ്ഞു. ഇവനിവിടെ പുതിയതാ, അച്ഛൻ പട്ടത്തിന് പഠിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. മുതലാളി മൂളിയാ മതി. ഇവന്റെ കൈയും കാലും തള്ളിയോടിച്ച ഒന്ന് നിർത്തടാ ഫാദറെ. ആ പറഞ്ഞു. നിങ്ങളെ ഓർത്ത് മാത്രം വെറുതെ ഇരിക്കുന്നേ. പിന്നെ ഞങ്ങളുടെ ആൾക്കാരും ചർച്ചിൽ വന്ന് പോകുന്നതല്ലേ. ഇത് ഞങ്ങളുടെ മുതുമുത്തശ്ശന്മാരായിട്ട് പറഞ്ഞു വെച്ച് തുടർന്ന് പോകുന്ന ചില വിശ്വാസങ്ങളാണ്. ഇത് കാലങ്ങളായിട്ട് നടന്നു വരുന്ന വഴക്കാ. പറഞ്ഞു കൊടുക്കങ്ങോട്ട്, അല്ലെങ്കിൽ ഞങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. കനവക്കര എന്ന ഗ്രാമത്തില് അന്യോന്യം മനുഷ്യത്വമില്ലാതെ വികാരിയച്ഛൻ പറഞ്ഞ പോലെ ശത്രുക്കളായി രണ്ടായി മാറിയത് ഞാൻ കണ്ടു. നമസ്കാരം കുന്നേ. വരൂ ഫാദർ, ഇരിക്കൂ, ഒരു ചായ കുടിക്കാം. ഒരു പശുക്കളും തരം നോക്കി പാല് കൊടുക്കാറില്ല. പക്ഷെ നിങ്ങളാണ് ജാതിയുടെ പേരിൽ മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കുന്നത്. നിങ്ങൾ എങ്ങനെയൊക്കെ തരം തിരിച്ചാലും അവരുടെ വായും വയറും വിശപ്പും നാവിലുണ്ടാകുന്ന രുചി ഒരിക്കലും മറക്കരുത്. കണ്ടില്ലേ ഇങ്ങനെ ചെയ്യുന്ന ഓരോ തോന്നിയാസങ്ങള്? അച്ഛൻ്റെ കൂടെ ഞങ്ങളുണ്ടല്ലോ. മനുഷ്യ മനുഷ്യ ഇനി മുന്നേറാം. മനുഷ്യ മനുഷ്യ ഇവിടൊന്നാകാം. പുതുലോകമൊന്നു പണിയാ. ഉണരുന്ന സ്നേഹമരികെ. ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചതൊക്കെ മതി. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി അത് വേണ്ട. എന്റെ കുഞ്ഞും പഠിച്ച് അങ്ങയെപ്പോലെ വലിയൊരാളായി തീരാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കുഞ്ഞിനെ അവിടെ നിന്നല്ല രക്ഷിച്ചത്. അതുകൊണ്ട് അങ്ങേ കുഞ്ഞിനൊരു പേരിടണം. കാളി. കാളി. മനുഷ്യ മനുഷ്യ ഇതു നിൻ ഭൂമി. വിജയം പതിയും അതു നിൻ കയ്യിൽ. ഇനിയാരും അടിമയല്ല. പരിവേഷമിന്നു തുടരെ. മനുഷ്യ മനുഷ്യ ഇനി മുന്നേറാം.
മനുഷ്യ മനുഷ്യ ഇവിടൊന്നാകാം പുതുലോകമൊന്നു പണിയാ ഉണരുന്ന സ്നേഹമരികെ ഇത് ഞങ്ങളുടെ കുട്ടികൾക്ക് തുള്ളിമരുന്ന് കൊടുക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കൊടുക്ക്. ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? നിങ്ങളുടെ കുട്ടി ജനിച്ചപ്പോഴും അമ്മയെന്നാ വിളിക്കുന്നത്, അവരുടെ കുട്ടി ജനിക്കുമ്പോഴും അമ്മയെന്നല്ലേ വിളിക്കുന്നത്. ചെന്നാട്ടെ. മനുഷ്യ മനുഷ്യ ഇതു നിൻ ഭൂമി വിജയം പതിയും അതു നിൻ കയ്യിൽ ഇനിയാരും അടിമയല്ല പരിവേഷമിന്നു തുടരെ മനുഷ്യ മനുഷ്യ ഇനി മുന്നേറാം മനുഷ്യ മനുഷ്യ ഇവിടൊന്നാകാം പുതുലോകമൊന്നു പണിയാ ഉണരുന്ന സ്നേഹമരികെ ഇതെന്താ 1 രൂപ തരുന്നേ? എനിക്ക് 2 രൂപ വേണം. എന്നോട് ചോദ്യം ചോദിക്കാറയോ? ഇവരൊക്കെ കാറ്റിലടന്ന് വരും കോമരങ്ങളാടാ. ഇതിന്റെയൊക്കെ ചരട് വേറെ സ്ഥലത്താടാ. ഒട്ടിച്ച് കളയ. എന്റെ അടുത്ത് അവന്റെ കളി. നാട്ടുകാരെ നന്നാക്കാൻ വന്നിരിക്കുന്നു. സൂക്ഷിച്ച് പതുക്കെ അങ്ങോട്ട്. ഇതെന്താ? അയ്യോ മോളെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. അച്ഛാ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തച്ഛാ. വിശുദ്ധമായ ഈ ജീവിതത്തിന് ഞാൻ കളങ്കം വരുത്തിയിരിക്കുന്ന അച്ഛാ. കർത്താവ് ആരെയും ശിക്ഷിക്കില്ല മകനെ. ചെയ്യുന്ന പാപങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട് നമ്മുടെ ഈ ലോകത്തിൽ. നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ കർത്താവിനോട് പറയേ. ഞാൻ ഒരു പെണ്ണിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അച്ഛാ. അതോർക്കുമ്പോൾ ജീവിക്കണമെന്നില്ല അച്ഛാ. ഇതിനൊരു പാപപരിഹാരം ഉണ്ടോ അച്ഛാ? എനിക്ക് കർത്താവ് എന്ത് ശിക്ഷ നൽകിയാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അച്ഛാ. നീ കർത്താവിന്റെ അടുത്തേക്ക് സത്യസന്ധമായി എന്നടുത്തുവോ ആ നിമിഷം മുതൽ നിന്റെ പാപം ഇല്ലാതായിരിക്കുന്നു. നിന്റെ മനസ്സ് പറയുന്നത് പോലെ നീ ജീവിക്കേ. കർത്താവ് നിന്നെ രക്ഷിക്കും. നീ എന്നോട് ദയവേത് ക്ഷമിക്കണം. അറിയാതെ ചെയ്തു പോയതാ. ഞാൻ തന്നെ നിന്നെ കല്യാണം കഴിച്ചോളാം.
വേണ്ട, എണീക്ക്, നിങ്ങൾ എണീക്ക്, പറയുന്നത് കേൾക്ക്. ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങൾ എന്ത് പഴിച്ചിട്ടാ? അതൊന്നുമല്ല, എല്ലാ തെറ്റിനും കാരണം ഞാനാണ്. നിന്റെ മുഖം കാണുമ്പോൾ ഒരു വല്ലായ്മ പോലെ തോന്നുക. നീ വാ, നമുക്ക് കല്യാണം കഴിക്കാം. കല്യാണമോ? എനിക്കറിവുള്ള കാലം മുതല് ഞങ്ങളുടെ ആൾക്കാർ ഇത്രയും സന്തോഷിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. തലമുറകളായിട്ട് അടിമ ജോലി ചെയ്ത് മൃഗങ്ങളെക്കാളും മോശമായി ജീവിക്കുന്നവരാ. ഇന്ന് അവരുടെ മുഖത്ത് കുറച്ചെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാരണം, അത് ഞാൻ കാരണം നീ ഇല്ലാണ്ടാകരുത്. എന്തൊക്കെയാ പറയുന്നേ? ഇത് മറച്ചു വെക്കാൻ എന്നെ കൊണ്ടാവില്ല. ഈ വിശുദ്ധ ജീവിതത്തിന് ഞാൻ കളങ്കം വരുത്തിയിരിക്കുകയാണ് പൂമേലെ. നിങ്ങൾ വന്നതിന് ശേഷമാണ് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായത്. ഈ നാട് നിങ്ങളെ ദൈവമായിട്ടാ കാണുന്നത്. നിങ്ങളുടെ ധൈര്യം കണ്ടിട്ടാ ഞങ്ങളുടെ ആൾക്കാർക്കും ധൈര്യം വന്നത്. അതൊരിക്കലും ഇല്ലാതാക്കരുത്. ഒരാള് നാട് രക്ഷിക്കാൻ വന്നിട്ട് പിന്നീട് ഒരു പെണ്ണിന്റെ പുറകെ പോയിന്ന് ആളുകളെ കൊണ്ട് എന്തിനാ പറയിക്കുന്നത്? എന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ നിനക്ക്? അയ്യോ രക്ഷിക്കണേ! എന്താ ഇത്? അയ്യോ എന്റെ കുഞ്ഞ് രക്ഷിക്കണേ! ഓടി വിട്ടേക്ക്! അയ്യോ രക്ഷിക്കണേ! അയ്യോ ഞങ്ങളെങ്ങനെ ഉപദ്രവിക്കല്ലേ? അയ്യോ അയ്യോ ആരെങ്കിലും രക്ഷിക്കണേ! ഒരാൾ പോലും ജീവനോട് ബാക്കിയുണ്ടാവരുത്. എല്ലാം കത്തിക്കണം. അയ്യോ രക്ഷിക്കണേ! അയ്യോ മക്കളെ ഓടി ഓട് ഓട്! അയ്യോ ആരെങ്കിലും അവരെ രക്ഷപ്പെടുത്തണേ! ഇങ്ങോട്ട് വരൂ. എന്താ കാണിക്കുന്നത്? ആ സമയത്ത് അവിടെ കത്തിയെരിഞ്ഞ കുടിലുകൾക്കൊപ്പം അവളുടെ കുടിലും കത്തിയെരിഞ്ഞു പോയി. അങ്ങനെ ഒരുപാട് കുടിലുകൾ. എനിക്കൊരു ചീത്തപ്പേരും വരാതിരിക്കുവാൻ വേണ്ടി എന്നെ മനസ്സിൽ വിചാരിച്ച് അവൾ എന്നെ വിട്ടുപോയി. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ ഈ നാട്ടിൽ തന്നെ ജീവിക്കാൻ പോവാ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി. അവൾ പറഞ്ഞ ഓരോ വാക്കുകളും ഇന്നെൻ്റെ ചെവിയിൽ അലയടിക്കുകയാണ്. ആ നാദം കേട്ട്
ഇവിടെ ഒരു സേവകനായി ജീവിക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇനിയുള്ള ജീവിതത്തിൽ എനിക്കൊന്നും വേണ്ട. എൻ്റെ ജീവിതം തന്നെ ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഓടിക്കോ 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 എല്ലാവരും ഓടിക്കോ, രക്ഷപ്പെട്ടോ. യേശുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രക്ഷകൻ പിറന്ന ഈ രാവിൽ നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ഇല്ലായ്മയിൽ പിറന്ന് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് തൻ്റെ ജീവൻ പോലും ബലിയർപ്പിച്ച് നമുക്കായി ഉയർത്തെഴുന്നേറ്റു. നമ്മെ എല്ലാവരെയും പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി സ്വന്തം പുത്രനെ യാഗമർപ്പിച്ച പിതാവാണ് നമ്മുടെ ദൈവം. ഇത് ജീവന്റെ അപ്പമാകുന്നു. ഇത് ലോകത്തിൻ്റെ പാപം പോക്കുവാനുള്ളതാണ്. ജീവന്റെ അപ്പം ഭക്ഷിച്ചവർ പാപികളിൽ നിന്നും വേർപെട്ടവർ. അയ്യോ അയ്യോ എന്റെ കുഞ്ഞിനെ മക്കളെ മക്കളെ. ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന ആംബുലൻസിന് വഴിയിൽ വെച്ച് എന്തോ പ്രശ്നമുണ്ടായി. എത്താൻ വൈകുമെന്നാ പറഞ്ഞ്. ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്നറിയില്ല. ഡോക്ടർ, ഞങ്ങളുടെ അച്ഛൻ എങ്ങനെയെങ്കിലും രക്ഷിക്കേ. ഹലോ ഭരത്. ഡാഡി, ഐ നീഡ് എ ഫേവർ. Please connect to Indian Embassy. Hello, Indian Embassy office. I am Dr. Ram Prasad, calling from Bharat Multispecialty Hospital. There has been an emergency in India. Okay, yeah, we will take. ഫാദറിന് ബ്ലഡ് കൊടുത്തപ്പോൾ ഡോക്ടർ വാങ്ങിപ്പോയല്ലോ. കാളി കാളി